صلى الله عليه وسلم وعلى آله وصحبه أجمعين وبعد. قال الإمام أبو عيسى محمد بن عيسى بن سورة الترمذي رضي الله عنه: باب ما جاء في صفة أكل رسول الله صلى الله عليه وسلم. وبه قال حدثنا محمد بن بشار قال حدثنا عبد الرحمن بن مهدي عن سفيان عن سعد بن إبراهيم عن ابن لكعب بن مالك عن أبيه أن النبي رضي الله عنهم أن النبي صلى الله عليه وسلم كان يلعق أصابعه ثلاثا. قال أبو عيسى وروى غير محمد بن بشار هذا الحديث قال كان يلعق أصابعه الثلاث. ഇവിടെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് ഇത്. ഈ വന്നിട്ടുള്ള മുഹമ്മദ് ബിൻ ബഷാർ തിർമിദിൻ്റെ ഉസ്താദിൻ്റെ റിവായത്തിൽ കാന യൽഅഖു അസാബിഅഹു സലാസൻ, 3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ എന്തായിരുന്നു ചപ്പിയായിരുന്നു. അപ്പോൾ തിർമിദി റഹിമഹുല്ലാഹ് പറയുകയാണ് അത് 3 വിരൽ എന്നാണ് മിക്കവരും പറഞ്ഞത്. ഈ മുഹമ്മദ് കഅബ് ബിൻ മാലിക്കിൻ്റെ ഹദീസ് തന്നെ ബാക്കിയുള്ളവരൊക്കെ 3 വിരൽ എന്ന് പറഞ്ഞ്, ഒരു പറഞ്ഞ് മുഹമ്മദ് ബിൻ ബഷാർ പറഞ്ഞ് 3 വട്ടം എന്ന്. അത് രണ്ടും ജമഇയ്യ. അപ്പോൾ 3 വട്ടവും 3 വിരലുകളും. അപ്പോൾ 3 വട്ടവും 3 വിരലുകളും. ഇതൊന്നും ഒക്കെ അപ്പോൾ 3 വിരലും 3 വട്ടവും. وبه قال حدثنا الحسن بن علي الخلال قال حدثنا عفان قال حدثنا حماد بن سلمة عن ثابت عن أنس رضي الله عنهم قال كان النبي صلى الله عليه وسلم إذا أكل طعاما لعق أصابعه الثلاث. 3 വിരലും എന്തായിരുന്നു? وبه قال حدثنا الحسين بن علي بن يزيد الصدائي البغدادي قال حدثنا يعقوب بن إسحاق يعني الحضرمي قال حدثنا شعبة عن سفيان الثوري عن علي بن الأخمر عن أبي جحيفة رضي الله عنهم قال قال رسول الله صلى الله عليه وسلم أما أنا فلا آكل متكئا. أمبرني اتكاء النبي صلى الله عليه وسلم كان يأكل كما يأكل العبدنا. അപ്പോൾ അങ്ങനെയാണ് ഇതങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് അങ്ങനെ ഇരിക്കുക. ഇതെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും, കാല് മടക്കിയിട്ട്. ഇങ്ങനെയല്ല, ഇതിപ്പോൾ ചാരി ഇരിക്കണ്ടേ, ഇങ്ങനെ ഇരിക്കും. ഇതാണ് മുട്ടക്കായിട്ട് ഇരുന്നിരുന്നത്. ഇത് അടിമയിരിക്കണ ഇരുത്തം. ഇത്തിക്ക ഫിക്കർ അതുപോലെ തന്നെ അതിൽ ഇഷ്കാലില്ല സാധാരണ. പിന്നെ ഗൗരവം വരുമ്പോൾ ഇരിക്കും സാധാരണ. ഏതുപോലെ ഖൗലു സൂർ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നെന്ന് അറിഞ്ഞില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചാരി ഇരുന്നത് തിന്നിട്ടില്ല. അത് രാജാക്കന്മാർ തീറ്റയാണെന്നാണ് പറഞ്ഞത്. അത് മഖ്സൂദല്ലാണ്ട് വന്നാൽ കറാഹത്ത് വരില്ല. മഖ്സൂദാവാണ്ടിരുന്നാൽ മതി. അതായത് കിബറല്ല, ചാരാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു കസാലയിൽ ചാരിയിട്ടല്ല ഇരിക്കുക. പക്ഷെ അതിൽ നിന്ന് പോരാൻ വേണ്ടി കുറച്ച് മുന്നോട്ട് ഇരുന്നാൽ കുഴപ്പം വരില്ല. وبه قال حدثنا محمد بن بشار قال حدثنا عبد الرحمن بن مهدي قال حدثنا سفيان عن علي بن الأخمر نحوه. وبه قال حدثنا هارون بن إسحاق الهمداني قال حدثنا عبدة بن سليمان عن هشام بن عروة عن ابن لكعب بن مالك عن أبيه قال كان رسول الله صلى الله عليه وسلم يأكل بأصابعه الثلاث ويلعقهن. അതായത് ഈ ഹദീസ് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ ഹദീസിൻ്റെ റിവായത്ത് ബാക്കിയുള്ളവർ പറഞ്ഞത് എന്താന്ന് തുടക്കത്തിൽ പറഞ്ഞതൊന്ന് വിശദീകരിച്ചാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരലുകൊണ്ടാണ് തിന്നിട്ടുള്ളത്. അത് ചപ്പിയായിരുന്നു. മറ്റേൽ 3 വട്ടം ചപ്പിയായിരുന്നാണ് വന്നത്. അപ്പോൾ അത് റാവിയിൽ വന്ന ഷക്കാണോ? കാരണം ഒരു ഹദീസാണല്ലോ, 10 ഹദീസല്ല, ഒറ്റ ഹദീസാണ്. ഈ ശാഖയിൽ ഇങ്ങനെ വന്നു. പക്ഷേ ഉലമാക്കൾ പറഞ്ഞ് മുഹമ്മദ് ബിൻ ബഷാർ വലിയ ആലിമും മുത്ഖിനും ആയ ആളായതിനാൽ
സാധാരണ ബാക്കിയുള്ളവരെക്കാട്ടും വൈഫാണ്, എടുക്കപ്പെടാത്ത ആളാണ്, കുറഞ്ഞ ആളാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇത് എടുക്കും. പക്ഷെ എല്ലാവരും സമമായതിനാൽ രണ്ടും ജമ ചെയ്യലാണ് ഔല എന്ന് പറഞ്ഞു. മനസ്സിലായ? 3 വട്ടം. അതായത് അപ്പോൾ 3 വട്ടം എങ്ങനെയാണ്? ഓരോന്നും ഒരു വട്ടം കഴിഞ്ഞ് പിന്നെ ഓരോന്നും ഒരു വട്ടം കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണോ? അത് ഒന്നെന്നെ 3 വട്ടം കഴിഞ്ഞ് ഒന്നെന്നെ 3 വട്ടം കഴിഞ്ഞ് ഒന്നെന്നെ 3 വട്ടമാണോ? അഫ്ളൽ ഒന്നെന്നെ 3 വട്ടം ഒന്നെന്നെ 3 വട്ടം ഒന്നെന്നെ 3 വട്ടം. അപ്പോൾ പിന്നെ 3 വിരൽ എന്ന് പറഞ്ഞു. 3 വിരൽ എന്നറിയുമ്പോൾ ഏതൊക്കെ വിരല? ഈ 3 വിരൽ. തബറാനിൻ്റെ ഹദീസ്, കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നിരുന്നത് ഇബ്ഹാം കൊണ്ടും സബ്ബാബത്ത് കൊണ്ടും ഉസ്ത കൊണ്ട് തിന്നിരുന്നത് തഈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ചപ്പുമ്പോഴോ അതിൻ്റെ ക്രമോ? ആ ഹദീസിൽ തന്നെ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു പറഞ്ഞ് ഉസ്തയോണ്ട് തുടങ്ങിയിട്ട് പോയി ഇബ്ഹാമിൽ അവസാനിപ്പിച്ചിരുന്നതാണ്. കാരണം ഉസ്തയിലെ കൂടുതൽ ഭക്ഷണം ഒട്ടി പിടിച്ചിട്ടുണ്ടാവുക. ഉസ്ത മുടിയിൽ ഫിംഗർ, മനസ്സിലായോ? 5 വിരലുകൊണ്ട് കഴിക്കൽ അത് രാജാക്കന്മാരെ കഴിക്കലാണ്, അത് നമ്മൾ കഴിക്കരുതെന്നാ. അല്ല, ഈത്തപ്പഴം മാത്രമല്ല, എല്ലാ ഭക്ഷണവും അതിന് മഖ്സൂദുണ്ട്. മഖ്സൂദ് എന്തായിരിച്ചാൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാൻ, ശരീരത്തിന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയത്ത് റൈസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഹരീസും ഇതൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ അതിങ്ങനെ കൂട്ടിക്കൊഴിച്ച സാധനങ്ങളല്ലേ. റൈസ് മാത്രമല്ല, റൈസിൻ്റെ സ്ഥാനത്ത് വരുന്ന ഹരീസ് മറ്റേതൊക്കെ റൈസിൻ്റെ സ്ഥാനത്തല്ല. ഒട്ടി പിടിക്കണേലും വടിച്ച് കഴിക്കാനല്ലാണ്ട് എന്താണ് പറയുക, ഈ റൊട്ടിയും സാധനങ്ങളൊക്കെ അതുപോലത്തെ കുറേ വിഭവങ്ങളുണ്ടല്ലോ. അതന്നെ തീരൂല. അപ്പം അത്ര കഴിക്കണ്ടെന്ന്. അതന്നെ അതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 3ൻ്റെ 3 സുന്നത്ത്, 4 ജായിസാണ്, 5 പിന്നെ 5 വരെ എത്തരുതെന്നാ. സ്പൂണ് അപ്പോൾ അവിടെ ഒരു മസാലത്ത് വരും. സ്പൂൺ ഉപയോഗിക്കൽ 3 കൊണ്ടല്ലേ, അപ്പോൾ കുറവുണ്ടല്ലോ, കയ്യിനെക്കാട്ടിയും നല്ലതല്ലേ. ആ ഒരു വജു വെച്ചിട്ട് അത് നല്ലതെന്നറിയാം. പക്ഷേ കയ്യിലൊരു ബറക്കത്തുണ്ട്. കുഴക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെ മസാലത്ത് ഒരു സ്പൂൺ ചെറുതല്ലേ, അപ്പോൾ കുറച്ചല്ലേ വരുള്ളൂ കൈ കൊണ്ട് എടുക്കണേനെക്കാട്ടിയും. കിട്ടായികല്ല, കിട്ടായിക ഉണ്ടാവില്ല. അല്ല, സ്പൂൺ ഇന്നുണ്ടായതല്ല, 200 ഹിജ്രിയിൽ സ്പൂണുണ്ടല്ലോ. അതിൽ ചില ഉലമാക്കൾ സ്പൂണ് എന്തിനാണ് ഇത്രയും ആഡംബരം എന്ന് പറഞ്ഞിട്ട് ഇൻകാർ ചെയ്തിട്ടുണ്ട്. ചിലവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. സ്പൂണ് പണ്ടുണ്ട്, ഇന്ന് തുടങ്ങിയതല്ല സ്പൂൺ. ഇല്ല, അത് ലഖീദാതില്ല. ലഖിൻ്റെ ഹിക്മത്ത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണമാണ്. ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുണ്ടാവുക എന്ന് ആർക്കും അറിയൂല. ഉണങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ലാക്കിൻ്റെ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ലാക്ക് എന്ന് പറഞ്ഞ സുന്നത്തിൻ്റെ ഹിക്മത്ത് ഒട്ടിപ്പിടിച്ച് എന്നുള്ളതാണ്. ഇനി ഒട്ടിപ്പിടിച്ചില്ലെങ്കിലും അത് ലാക്ക് സുന്നത്ത് എടുക്കാമല്ലോ. അതെനിക്കറിയില്ല, അത് നമ്മളെ പരിപാടിയല്ല. അപ്പോൾ അത് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ 3 വിരലുകൊണ്ട് കഴിക്കുക. അപ്പോൾ 4 എന്താണ്, 5 ഉപയോഗിക്കാണ്ടിരിക്കുക. 4 ജായിസാണ്, 5 പിന്നെ കുറച്ചുകൂടി കറാഹത്തെത്തൂല എന്തായാലും. ഇല്ല ഇല്ല, അത് അങ്ങനെയാണെങ്കിൽ അത് 3 ആയില്ല, 4 ആയി. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റായികല്ല, കുഴപ്പമില്ല.
وبه قال حدثنا أحمد بن منيع قال حدثنا الفضل بن دكين قال حدثنا مصعب بن سليم قال سمعت أنس بن مالك رضي الله تعالى عنهم يقول أتي رسول الله صلى الله عليه وسلم بتمر فرأيته يأكل وهو مقعٍ من الجوع. മുഖഇൻ എന്ന് പറഞ്ഞാൽ ഇഖാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചെടുത്ത് കാണിച്ചിട്ടില്ലേ, അതായത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് ഇരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈത്തപ്പഴം തിന്നുമ്പോൾ ആ സുന്നത്ത് കൂടാതെ ഒരു സുന്നത്തുണ്ട്. ഈത്തപ്പഴം എടുത്ത് കഴിക്കുമ്പോൾ ഈ 3 വിരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വിരലിൻ്റെ മുകളിൽ ഉപയോഗിച്ചെന്ന് വന്നിട്ടുണ്ട്, 4 ഉപയോഗിച്ചെന്ന് വന്നിട്ടുണ്ട്. അത് ഇറച്ചി എടുക്കുമ്പോഴും അല്ലെങ്കിൽ പാനീയമായത് എടുക്കാനും ഉപയോഗിക്കുമ്പോൾ അത്ര വേണമല്ലോ, അങ്ങനെയാണ്. അല്ലാണ്ട് എടുക്കണ ഭക്ഷണമല്ല, ചോറ് പോലത്തെ ഭക്ഷണമല്ല. ചോറ് പോലത്തെ 3 തന്നെ, മനസ്സിലായ? അതേ സമയത്ത് ഇറച്ചി പോലത്തത് ഇതൊക്കെ ആണെങ്കിലാണ് 5 വരുന്നതും. ഹാജത്തിനനുസരിച്ചിട്ടല്ല, 3-ൽ തിന്നണം. 3-ൽ തിന്നേണ്ടത് സാബിത്തായിട്ടും നബിനെ തൊട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്, അത് ഹാജത്തല്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് 3 സുന്നത്തും 4-മത്തത് ജവാസുമാണ്. ഇതിൻ്റെ ഹിക്മത്ത് എന്താന്ന് പറഞ്ഞല്ലോ. അല്ല, കുറക്കൽ മാത്രമല്ല, എത്ര പോർഷനും കുറക്കല. അതിലൊരു വലിയ ഹിക്മത്തുണ്ട്. എത്ര പോർഷൻ അളവ് കുറയണം. നഫ്സിന് അത് ആവശ്യമുണ്ടെങ്കിലും കൂടി. അത് എന്താ എടുത്ത കൈയിൻ്റെ പ്രശ്നം വരും, എതിര് വരും. പക്ഷേ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൈ ഉപയോഗിക്കലാണ് ആവൂല. ഇനി സ്പൂൺ ഉപയോഗിച്ചോണ്ട് കറാത്ത് വരണമെന്നില്ല. ഹംലുണ്ടാവും, എടുത്ത കൈയോണ്ട് എടുത്തിട്ട് വായിക്കിടാണ്ടിരുന്നാൽ മതി. ബാബു മാ ജാഅ ഫീ സിഫത്തി ഖുബ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചേരുന്നത് എങ്ങനെയാണ്, അതായത് കുറവ് കഴിച്ചു എന്ന് മാത്രമല്ല, കുറവീന്ന് കുറവ് അളവ് കഴിച്ചത്. ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും 3 വിരലുകൊണ്ട് തന്നെയാണ് തിന്നിരുന്നത്. 3 വിരലുകൊണ്ട് തിന്നിട്ട് എന്ത് ചെയ്യും, അത് ഇതിൻ്റെ കുരു തുപ്പതാ ഇങ്ങനെയാണ്, ഇതിമിൽ ഇങ്ങനെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരു ഇവിടെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് അതിങ്ങനെ ഇനി അടുത്ത ഇത് എടുക്കുന്നതല്ലേ, അങ്ങനെയല്ല, ഇങ്ങനെയോ. അതായത് ഇവിടെ ആവലാണ്, അതായത് ഇതിൻ്റെ ഇടയിലൊരു കൺട്രോൾ കിട്ടുമല്ലോ, എന്നിട്ട് അത് മറിക്കുക. മനസ്സിലായില്ലേ? അത് ഇങ്ങനെയാണെങ്കിലും ഇവിടെ എത്തലാണ് ഹിക്മത്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ നക്കൽ സുന്നത്തില്ല, നക്കം ചെയ്യരുത്. ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ ഇങ്ങനെ ആക്കും, അതില്ല, അത് സുന്നത്തല്ല, അത് ഐബാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉള്ളത്. അതിനൊപ്പം സുന്നത്തുണ്ട്, പാത്രം വടിക്കൽ സുന്നത്താണ്. അതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള സുന്നത്തുകളാണ്. അപ്പോൾ പാത്രം വടിക്കണം, കൈ വടിക്കണം. ഇനി ആൾക്കാർക്ക് വിറപ്പ് വരണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉസ്താദാണ്, ബർക്കത്തുള്ള ആളാണെങ്കിൽ ആളെ കൊണ്ട് കൈ നക്കിപ്പിക്കണോണ്ട് കുഴപ്പമില്ല. അതായത് അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ മാത്രം. പിന്നെ കുറച്ച് കാലം മുമ്പ് ചില കുറച്ച് മാന്യന്മാർ എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് വിരൽ നക്കിപ്പിക്കുന്നു. അപ്പോൾ സ്പൂണോ ഇതൊരോ വട്ടം വായിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടല്ലേ പുറത്തേക്ക് ഇട്ടിട്ട് ഇനി അടുത്ത ഭക്ഷണത്തിൽ ഇടുന്നത്, അതിൽ ആയിബില്ലേ? അതിനെക്കാട്ടും വലിയ ആയിബല്ല അത്. വായിൻ്റെ ഉള്ളിൽ ഇട്ട് തുപ്പലായിട്ടല്ലേ ഇനി അടുത്ത സ്വന്തമാണെങ്കിലും അത് എത്ര വട്ടം തുപ്പലാകും ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ഇയാൾ. സ്വന്തം തുപ്പലാണെങ്കിലും ഒരു ലിമിറ്റില്ലേ? ഇനി ഇത് കഴുകുമ്പോൾ ശരിക്കും കഴുകിയിട്ടാണ് കൊടുന്നെടുത്തത് ഉറപ്പ്. ഇപ്പം ഭയങ്കരമായിട്ട് കുറേ നാൾ ചർച്ചയുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചിരുന്നു, അത് എങ്ങനെ ആ രീതിയിലേക്ക്? അല്ലാഹു അഅലം. അതിപ്പോൾ തിബ്ബ് നബവിയിൽ പറയുന്നു, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, ഡൈജസ്റ്റീവ് സിസ്റ്റം. അല്ലാഹു അഅലം. ഹദീസിലൊന്നും അങ്ങനെ വേണ്ടിയിട്ട് ഇത് വന്നിട്ടില്ല. ഭക്ഷണം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല.
باب ما جاء في صفة خبز رسول الله صلى الله عليه وسلم. وبه قال حدثني محمد بن المثنى ومحمد بن بشار قال حدثنا محمد بن جعفر قال حدثنا شعبة عن أبي إسحاق قال سمعت عبد الرحمن بن يزيد يحدث عن الأسود بن يزيد عن عائشة رضي الله تعالى عنها وعنهم أنها قالت ما شبع آل محمد صلى الله عليه وسلم من خبز الشعير يومين متتابعين حتى قبض رسول الله صلى الله عليه وسلم. രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം എന്താണ് വയറിലേക്ക് കൊള്ളുന്ന അത്ര കഴിച്ചിട്ടില്ല. അതായത് ഒരു ദിവസം കഴിക്കാം, പക്ഷെ തുടർച്ചയായിട്ട് 2 ദിവസം ഉണ്ടായിരുന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവണ വരെ. ഭാര്യമാരും 2 ദിവസം തുടർച്ചയായിട്ട്, ഇടയ്ക്ക് ഉണ്ടാവാം, ളിയാഫത്ത് വരുമ്പോഴും ഇതൊക്കെ വരുമ്പോഴും ഉണ്ടാവാം, പക്ഷേ തുടർച്ചയായിട്ട് 2 ദിവസം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടില്ല, അതൊരിക്കലും ഉണ്ടായിട്ടില്ല, വഫാത്ത് വരെ ഉണ്ടായിട്ടില്ല. وبه قال حدثنا عباس بن محمد الدوري قال حدثنا يحيى بن أبي بكير قال حدثنا حريز بن سليمان بن عثمان عن سليم بن عامر قال سمعت أبا أمامة يقول ما كان يفضل عن أهل بيت رسول الله صلى الله عليه وسلم خبز الشعير. അതായത് ഗോതമ്പിൻ്റെ ഇത് എന്താണ് പറയുക, റൊട്ടി ബാക്കിയാവുന്നില്ല എന്ന്, അതായത് അത് കഴിച്ചു വയറുന്നറക്കാൻ ബാക്കിയായിരുന്നില്ല എന്ന്. പിന്നെ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ എന്താ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഭാര്യമാർ പുതുക്കനുസരിച്ചിട്ടും ഇതിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ, ചിലവരുടെ വീട്ടിൽ ഒരു മാസത്തെ സാധനം ഉണ്ടാവും, ചിലവരെ വീട്ടിൽ എന്തുണ്ടാവില്ല. അവസാന കാലത്ത് പിന്നെ എല്ലാവരും ആയപ്പോൾ എന്തായി, പിന്നെ അവരെ അവസ്ഥകൾ എന്താ, ഒരു ദിവസം 2 ദിവസം മാക്സിമം 2 ദിവസത്തെ ഭക്ഷണം ഒരു വീട്ടിലുണ്ടാവുള്ളൂ, ബാക്കി ആൾക്കാർക്ക് കൊടുക്കും. അന്നാന്നത്തൊക്കെ ഭക്ഷണം അന്നാന്നത്തെ. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബിയാണ്, മറ്റേ അമ്മാമല്ല. وإليه قال حدثنا عبد الله بن معاوية الجمحي قال حدثنا ثابت بن يزيد عن هلال بن خباب عن عكرمة عن ابن عباس رضي الله تعالى عنهما وعنهم قال كان رسول الله صلى الله عليه وسلم يبيت الليالي المتتابعة طاويا وأهله لا يجدون عشاء وكان أكثر خبزهم خبز الشعير. അതായത് കുറേ തുടർച്ചയായ രാത്രികളിൽ ഭക്ഷണം രാത്രി കഴിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല എന്ന്. അതായത് ഭക്ഷണം ഉണ്ടാവില്ല. ഇവിടെ വേറൊരു കാര്യം മറക്കരുത്, രാത്രി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രാവിലെ ഇല്ല എന്നാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ കഴിച്ചാൽ രാത്രി കഴിക്കില്ല, രാത്രി കഴിച്ചാൽ രാവിലെ കഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ രാത്രി കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ രാവിലെയും കഴിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. അല്ലാണ്ട് രാത്രി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രാവിലെ കിട്ടിയ ആളെ കുറിച്ചിട്ടല്ല അറിയുന്നത്. അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഭക്ഷണമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അത് പിന്നെ കൂടുതൽ ഭക്ഷണം, നബിയുടെ ഭക്ഷണം, ആ നാട്ടിലത്തെ ഭക്ഷണം ഖുബ്സ് ഷഈർ, ഗോതമ്പിൻ്റെ എന്ത് റൊട്ടി, ചപ്പാത്തിയൊക്കെ ആയിട്ട് വരും. അത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഫഖറല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊപ്പം ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യമുള്ളവർക്ക്, കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ എന്തുണ്ട്, സ്വയത്തിനും ഭാര്യമാരും തസ്കിയത്തുണ്ട് അതിൽ. إن كنتن تريدن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما എന്ന് പറഞ്ഞില്ല. അള്ളാഹിനെ ഉദ്ദേശിക്കേണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നോളി എന്ന് പറഞ്ഞല്ലോ, അതിലൊക്കെ അത് പെടും. അപ്പോൾ അവരൊരു തെസ്കിയത്തും കൂടി ഉണ്ടായില്ലേ. അപ്പോൾ കൊടുത്തിട്ട് തികയാത്ത കൊണ്ട് എന്നല്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ബാക്കിയുള്ളവർക്ക്, ഭക്ഷണം ഇല്ലാത്തവർക്ക് മുവാസാത്താവണ്ടേ, അങ്ങനെ ആവാം. അതുപോലെ തന്നെ എന്താണ് ഉള്ളത് ആൾക്കാർക്ക് കൊടുത്തിട്ടായിരിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലുള്ളത് കൊടുത്തതിന് ശേഷം അന്നാന്നത്തെ ഭക്ഷണം കൊടുക്കല്ലേ, അപ്പോൾ കയ്യിലില്ല, അതിനർത്ഥം നബിക്ക് പൈസ ഇല്ല എന്നല്ല. ഇപ്പോൾ ബാങ്കിൽ പൈസ ഇട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുക, ബാങ്കിൽ പോകാനുള്ള വഴിയില്ല എന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാണ്ടല്ല, സാധനം അവിടെ അവൈലബിൾ അല്ലാണ്ടാണ്. മനസ്സിലായ? അപ്പോൾ പിന്നെ അതിൽ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി പറഞ്ഞ് അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി. ഓരോ ദിവസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ഇന്ന ഭക്ഷണം എനിക്ക് ഭക്ഷണവും പാനീയമൊക്കെ തരും. നിങ്ങൾ കാണുന്ന പോലെയല്ല, ലസ്തു കമിസ്ലക്കും, നിങ്ങളെ പോലെയല്ല. ഏത് സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാല് ചെയ്തപ്പോൾ, അതായത് തുടർച്ചയായി നോമ്പ് നോറ്റി, തുടർച്ച എന്ന് പറഞ്ഞാൽ മഗ്രിബ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കണില്ല, എന്നിട്ട് പിറ്റേന്നും നോമ്പ് വെക്കുന്നു. അങ്ങനെ തുടർച്ചയായി നോമ്പ് നോറ്റപ്പോൾ സഹാബാക്കളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എനിക്കുള്ള പ്രത്യേകതയാണ്, നിങ്ങൾക്കില്ലാത്തത്. കാരണം എന്താ? അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി. അതൊക്കെ ഉണ്ടായിട്ടും നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവുമ്പോൾ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ് തർക്കുത്താമീലൊരു എന്തുണ്ട്, നഫ്സിനൊരു തെഹദീബുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളും ഇടയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിലും തർക്കുത്താമ് ഒരു ദിവസമൊക്കെ വിടണം. എന്നിട്ടും നബി അങ്ങനെ ആക്കേണ്ടെങ്കിൽ അതായത് അങ്ങനെയല്ലല്ലോ. നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഹാലും ഒരു ഹാല് പോലെയല്ല. ചില ഹാലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ ബാക്കിയുള്ളവരെ കാര്യങ്ങൾ അവർക്ക് കാണാവുന്ന രൂപത്തിൽ, അപ്പോൾ നബീനെ അവിടുന്ന് കിട്ടും ഇവിടുന്ന് കിട്ടൂല എന്നല്ല, അവസ്ഥകളാണത്, അത് മറക്കരുത്. എല്ലാ അവസ്ഥയും അതന്നെ, അതൊരോ അവസ്ഥകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ളവർക്ക് മാതൃക ആവാൻ വേണ്ടിയിട്ട് നാളെ. അതുകൊണ്ടല്ലേ റബ്ബ് ജല്ല ജലാലുഹു ഖുർആൻ പറഞ്ഞത്, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. ഇവരൊക്കെ പറയുന്നു മലക്കുകൾ അയച്ചാൽ ഞങ്ങൾ മുസ്ലിമായിരുന്നു. അപ്പോൾ മലക്കുകളെ ഞാൻ അയക്കേണ്ട, ആ മലക്കിനെ മനുഷ്യരൂപത്തിലാക്കിയിട്ട് അവർ ധരിക്കുന്നതായിട്ട് ഞാൻ ആയിക്കൊള്ളാം. കാരണം അവർ പറയും അത് മലക്കും ഞാൻ മനുഷ്യനാണ്, അവർ പോലെയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അല്ല, നിങ്ങൾക്കുള്ളതും അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വഹീൻ്റെ മക്കാമുണ്ടെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങളെ വിശപ്പും നിങ്ങളെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അള്ളാഹു ഫضലും ഇതൊക്കെ കൊടുക്കേണ്ടെങ്കിലും എന്താണ് വിശപ്പിൻ്റെ സമയത്ത്, വിശപ്പ് വരുന്ന സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മനുഷ്യനാണ്. ഇല്ലാന്നാണ് ആൾക്കാർ പറയും, അത് നമ്മളെ കൂട്ടത്തിൽ പെട്ടല്ലേ, നമ്മളെ പോലെയല്ല, അത് വേറൊരു ജീവിയാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തള്ളും. അങ്ങനെയല്ല, ഒരു കാലത്തും അങ്ങനെ ആയിട്ടില്ല. മനസ്സിലായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഹദീസ് വന്നിട്ടുണ്ടല്ലോ, 100 എന്താണ് കൽബിൻ്റെ 100ൻ്റെ ഒരു സബബാണ് ബത്ന് ഖാലിയവ. نعم. وبه قال حدثنا عبد الله بن عبد الرحمن قال أخبر. അതായത് ഇതിലൊക്കെ എന്താണ് ഓര് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭക്ഷണങ്ങൾ കുറച്ച് പറയുമ്പോൾ നബി ഖുബ്സ് പറഞ്ഞ്, അതിനൊപ്പം ഒരു കാര്യം പറയാം, നബി ദുനിയാവ് ഉണ്ടെങ്കിലും ദുനിയാവ് തുറന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്ന് ഔഷധത്തിനുള്ളതേ എടുത്തിരുന്നുള്ളൂ എന്ന്. അപ്പം നമ്മൾക്ക് ദുനിയാവ് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദുനിയാവ് തുറക്കപ്പെട്ട ആൾക്കാർ ആവശ്യമുള്ളത് വെച്ച് ജീവിക്കാം, ആഡംബരത്തോടെ ജീവിക്കരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങേയറ്റ ആഡംബരത്തോടെ ജീവിക്കരുത്. ഇനി ആഡംബരത്തോട് ജീവിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തും മഖാമും വെച്ചിട്ട് അങ്ങനെ ജീവിക്കണം, അപ്പോൾ ബാക്കിയുള്ള ഒരു മാതൃക ആക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ എന്താണ് ചില അവസ്ഥകളിൽ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് കുറേ സദഖ കൊടുത്ത്. ഒരാൾ വന്നിട്ട് എനിക്ക് ആ 2 മലൻ്റെ ഇടയിലുള്ളത് തരണമെന്ന് അറിഞ്ഞു, എടുത്തോളി എന്ന് പറഞ്ഞു. നബി എടുത്താണത്, ബെയ്ത്തുമാലിൽ നിന്നാണ് എടുത്തോന്ന് അറിയാനില്ലല്ലോ, പറ്റില്ലല്ലോ എന്നല്ല, നബി ബെയ്ത്തുമാലാണെങ്കിൽ ബെയ്ത്തുമാലിനൊരു ഹക്കുണ്ടല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തോളൂ പറഞ്ഞു. നബിക്ക് ഹുമുസ് ഉണ്ടല്ലോ. وبه قال حدثنا عبد الله بن عبد الرحمن قال أخبرنا عبيد الله بن عبد المجيد الحنفي قال حدثنا حنفية الله بني حنيفة. قال حدثنا عبد الرحمن بن عبد الله بن دينار قال حدثنا أبو حازم عن سهل بن سعد أنه قيل له أكل رسول الله صلى الله عليه وسلم النقي يعني الحوار، فقال سهل ما رأى رسول الله صلى الله عليه وسلم النقي حتى لقي الله عز وجل، فقيل له هل كانت لكم مناخل على عهد رسول الله صلى الله عليه وسلم؟ قال ما كانت لنا مناخل
فعملوا فقيل كيف كنتم تصنعون بالشعير قال كنا ننفخ فيطير منه ما طار ثم نعجنه. അപ്പോൾ ഈ സഹാബി പറയാണ്, സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊണ്ട് കളഞ്ഞിട്ട് ഈ ഇതുണ്ട് ഗോതമ്പിൻ്റെ തൊണ്ട് കളയൂല്ലേ, തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ പ്യൂറായതാണോ തിന്നിരുന്നത് അത് തൊണ്ടിനൊപ്പം തിന്നിരുന്നത്? അപ്പോൾ പറഞ്ഞ് നബി ഞങ്ങളൊന്നും ആ തൊണ്ട് പൊളിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല. തൊണ്ട് പൊളിക്കുമ്പോൾ കുറേ വേണം. സക്കാത്തിൻ്റെ ബാബിൽ പകുതിയാന്ന് അറിഞ്ഞല്ലോ. തൊണ്ട് പൊളിച്ച സാധനം കുറയും, തൊണ്ടുണ്ടെങ്കിൽ കനം ഉണ്ടാവും, സാധനം കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾ എന്താ ചെയ്തിരുന്നത് ചോദിക്കുമ്പോൾ അത് എടുക്കും, എന്നിട്ട് അതിൽ ഊതും. അപ്പോൾ അതിലുള്ള പറന്ന് പോകണതൊക്കെ പറന്ന് പോകും, ബാക്കിയുള്ളത് കഴുകിയിട്ടാണ്ട് അത് ഭക്ഷണമാക്കി തിന്നും. നമ്മളെ പോലെ വെളുത്ത അരി കഴിച്ചിട്ടില്ല. ആ വെളുത്ത അരി കഴിച്ചിട്ടില്ല. ഗോതമ്പാണെങ്കിൽ ഗോതമ്പും അത് ഇതാക്കണ്ടേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്ന് ഈ തിബിന്റെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ ഈ തവിടിൽ അത്ര എല്ലാ കാര്യങ്ങളും വെളുത്തരി. അതായത് നബി അത് ഹിക്മത്ത് എന്താന്നുള്ളതിലും ഉപരി അതിൽ വേറൊരു വിഷയമുണ്ട്. അത് കുറേ ഭക്ഷണം ഒരാൾ ഉപയോഗിച്ചിട്ടില്ല, ഉള്ളത് കൊണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിക്കാമെന്നും കൂടി അതിൽ ഹിക്മത്തുണ്ട്. കാരണം കുറച്ചുകൊണ്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ കുറച്ച് മതിയല്ലോ, കുറേ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും, വേസ്റ്റ് ചെയ്യലുമില്ല. وبه قال حدثنا محمد بن بشار قال حدثنا معاذ بن هشام قال حدثني أبي നഅ്ജിനു എന്ന് പറഞ്ഞാൽ ഇതാക്ക എന്താണ് പേസ്റ്റാക്ക, അതായത് മൈദ കൊഴുക്കുന്നറിയില്ല, കൊഴുക്ക. സഹാബാക്കള് എന്ത് ഭക്ഷണം കുറക്കണമല്ലോ. ഇന്നത്തെ ഏറ്റവും വലിയ മുസീബത്ത് ആൾക്കാർ പറയുന്ന ആൾക്കാർ കുറക്കാത്തതിനാൽ അവർ പറയുന്നില്ല, പറയൽ നിർത്തി. സ്വയം കുറക്കുന്നില്ല, സമൂഹം കുറക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നായപ്പോൾ പറയൽ നിർത്തി ആൾക്കാർ. അതാണ് ഉണ്ടായത്. അല്ലാതെ ഭക്ഷണം കുറക്കണം എന്നുള്ളത് മത്ലൂബുൻ ശർഈയാണ്, ദീനിയായൊരു മത്ലൂബാണത്. അത് അല്ല ദിയാഫത്ത് മാത്രമാവണം എന്നില്ല. ആ സമയത്ത് എന്താണ് കുറച്ചധികം ഭക്ഷണം ഉണ്ടായപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ ദിയാഫത്താവാം, അല്ലാണ്ടാവാം. പക്ഷെ എടുക്കാൻ അതൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ അവരെ കാലത്തും. ഇന്നത്തെ പോലത്തെ ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്ന് എല്ലാ വീട്ടിലും പാവങ്ങളെ വീട്ടിലടക്കം ഒരു ദിവസം കഴിക്കാനുള്ള വക ഉണ്ടാവും. എത്ര പാവാണെങ്കിലും പഞ്ചസാരയും സാധനങ്ങളും ഒരു വീട്ടിലുണ്ടാവും. ഇപ്പോൾ പാവങ്ങൾ ആൾക്കാർ ചായപ്പൊടി ഉണ്ടോ ഇല്ലയെന്ന് വെച്ചിട്ടും ഇത് വെച്ചിട്ട് ആൾക്കാൻ പറ്റുള്ളൂ. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് നിന്ന് കാര്യമായിരിക്കും, കുറച്ച് പഴക്കമുണ്ടെങ്കിൽ. എന്താണിത് മനാഹിൽ എന്നറിയുമ്പോൾ ഇത് എന്താണ് പറയുക, രണ്ടും കൂടി വേർപ്പെടുത്തുന്ന സാധനം ഉണ്ടല്ലോ, എന്താണ് മെഷീന് പോലെ. നഹ്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊണ്ട് പൊളിക്കുന്ന സാധനം. അതിന് കുറച്ച് ഇത് വേണ്ട, ബലത്തോണ്ടല്ലേ. അതായത് തൊണ്ടെങ്ങനെ പൊളിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, ഗോതമ്പിൻ്റെ ഇടിച്ച് അതായത് ഉള്ളിൽ ഇടിച്ചിടിക്കുമ്പോൾ ആ തൊണ്ട് പൊളിഞ്ഞിട്ട് ക്ലീനുള്ള താഴേക്ക് വരും. നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ഒരു ഇങ്ങനെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ നെൽകുത്തി, ആ മനാഹിൽ ഒലക്ക അതന്നെ. وبه قال حدثنا محمد بن بشار قال حدثنا معاذ بن هشام قال حدثني أبي عن يونس عن قتادة عن أنس بن مالك رضي الله تعالى عنهم قال ما أكل نبي الله صلى الله عليه وسلم على خوان പറഞ്ഞാൽ ഉയർന്ന സ്ഥലം, കസാരമ്മലും ടേബിളും ഇരുന്നിട്ട് തിന്നിട്ടില്ല. പക്ഷേ ഒരു റിവായത്തിൽ അങ്ങനെ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കറാഹത്തില്ല, മോദിയുന്നതില്ല, സുന്നത്തുമില്ല, രണ്ടുമില്ല. അപ്പോൾ എന്തായാലും നിലത്തിരിക്കലാണ് നല്ലത്. നിലത്തിരിക്കൽ അഫ്ളൽ എന്നറിയാം, സുന്നത്ത് എന്ന് പറയാനില്ല അത്, പക്ഷേ അഫ്ളൽ എന്നറിയാം.
മനസ്സിലായ? മോളി ഇരിക്കൽ സുന്നത്തല്ല, എന്തായാലും ജായിസാണ്, അത്രേ ഉള്ളൂ, കറാഹത്ത് വരില്ല. വലാഫി സുകുറുജത്തിൻ, സുകുറുജ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, ഈ ഇത് അച്ചാറ് സാധനങ്ങൾ, സലാഡ്, ആ, അതായത് ചുരുക്കം പറഞ്ഞാൽ കുറേ ഭക്ഷണത്തിൻ്റെ പാത്രമൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന്. അതായത് ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും കഴിക്കണേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുക എന്നുള്ള ഒരു രൂപത്തിലാണ്. വലാ ഖുബിസ ലഹു മുറഖഖുൻ, അതായത് മുറഖഖ് വലാ ഖുബിസ ഇവിടെ പറയും. ഖാല ഫഖുൽതു لقتادة فعلى ما كانوا يأكلون قال على هذه السفر. അതായത് എന്തിലാണ് കഴിച്ചിരുന്നത്, ഇതിലെ ഭക്ഷണം എല്ലാവരും ഇടും, ഒരു പാത്രം പോലെ, പാത്രം എന്തിലാണ് ഇടാൻ പറ്റുക അതിലിട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അതാണ് പറഞ്ഞത് ആക്കുലുക്കമായി ആക്കുൽ അബ്ദ് എന്ന് പറഞ്ഞത്, അടിമ എങ്ങനെ കഴിക്കുക അതുപോലെ ഞാൻ കഴിക്കും. അപ്പോൾ ഒരു പ്രത്യേകമായ പാത്രം നിറച്ച് കഴിക്കുന്നത് ഇല്ലയെന്ന്. അപ്പോൾ ശരിക്കും അസ്ല് ഒരു സുന്നത്ത് വരാ അങ്ങനെ ഒരു പ്രത്യേകമായ പാത്രങ്ങൾ ഉപയോഗിക്കുക, അത്യാവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കലാണ് സുന്നത്ത് എന്നായി. സാധാ പാത്രം, കുർറജത്തിലെ സാധാ പാത്രം വരും. നമ്മൾ വെക്കുന്ന റൈസ് പോലത്തെ ഭക്ഷണം ഒറ്റ പാത്രത്തിലിട്ടിട്ട്, ഒരു പാത്രത്തിലിട്ടിട്ട് രണ്ടാളും കഴിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒഴിവായി. അത് പക്ഷെ കറിക്ക് അത് കുഴപ്പമൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറിയുടെ കൈയിട്ടിട്ട് തപ്പി എടുത്തിരുന്നെന്ന് ഇങ്ങനെ വരുന്നുണ്ട് ദുബായിൻ്റെ കഥയിൽ. പക്ഷെ അപ്പോഴും അഫ്ളൽ ഒഴിച്ചിട്ട്, അതായത് വെറുപ്പ് വരാത്ത രൂപത്തിലാണെങ്കിൽ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുന്ന് വെക്കാം. ഇതൊക്കെ നമ്മളൊക്കെ പതിവാക്കിയാൽ ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? അത് കുഴപ്പമില്ല. അതാ ഒരു ഭക്ഷണമാകുമ്പോൾ എല്ലാവരും കഴിക്കുക, എല്ലാവർക്കും സമമായിട്ട് ഒരു നടുക്കൽ കറിയാണ്ട് വയ്ക്കാം. വേണ്ടവർ അവിടെ നിന്നാണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നടുക്കൽ എന്ത് ചെയ്യുക, എല്ലാ സാധനങ്ങളും വിഭവങ്ങളും ഇടാം. വേണ്ടവർ അവരുടെ ഭാഗത്തേക്ക് അത് അടുപ്പിച്ചിട്ട് കഴിക്കട്ടെ. وبه قال حدثنا أحمد بن مني قال حدثنا عباد بن عباد المهلبي عن مجالد عن شعبي عن مسروق قال دخلت على عائشة رضي الله تعالى عنها وعنهم فدعت لي بطعام وقالت ما أشبع من طعام فأشاء أن أبكي إلا بكيت. قال قلت لما؟ قالت أذكر الحال التي فارق عليها رسول الله صلى الله عليه وسلم الدنيا والله ما شبع من خبز ولحم مرتين في يوم. അതായത് നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഭക്ഷണം എന്താണ് തുറക്കപ്പെട്ടല്ലോ, ലോകങ്ങൾ തുറന്ന് ഭക്ഷണം കൂടുതൽ സപ്ലൈ എത്തിയല്ലോ. അപ്പോൾ പറയാണ്, ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം, വയറ് നിറച്ച് കഴിക്കാം, എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. ഇതൊക്കെ വരുമ്പോൾ, ഭക്ഷണമൊക്കെ വരുമ്പോൾ കരച്ചിൽ വരും എന്നാണ് പറയുന്നത്. ഫഷാബ് അബ്കി, കരച്ചിൽ വരും. കാരണം നബി എന്തുകൊണ്ടാണ് ചോദിക്കപ്പെട്ടു ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിന്ന് പോകുന്ന ആ ഒരു ഹാല് ഞാൻ അയച്ച, അതുവരെയുള്ള ഹാല് ഞാൻ ആലോചിച്ചാണ്. നബി വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, മാ ശബിഅ മിൻ ഖുബ്സിൻ വലഹ്മിൻ മറത്തൈനി ഫി യൗം. അതായത് ഒരു ദിവസത്തിൽ ഇറച്ചിയും റൊട്ടിയും കൊണ്ട് വയറ് നിറഞ്ഞിട്ടില്ല. അതായത് കൂടുതൽ ഇറച്ചി ഉണ്ടാവില്ല. വരുമല്ലോ, എന്താണ് സൗജാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നഫഖത്ത് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ അതിനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതിന് സിസ്റ്റം ഉണ്ടല്ലോ. അല്ലോ, ഓ അതും വരുന്നുണ്ട്. രണ്ടും കൂടി ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് ആയി. അതായത് ഒരാൾ ഉച്ചക്ക് കഴിക്കുകയാണെങ്കിൽ രാത്രി കഴിക്കരുത്, രാത്രി കഴിക്കണം, ഉച്ചക്ക് കഴിക്കരുത്. ആവശ്യമില്ല, അതിൽ പെട്ട് ഞാറല്ല.
أذننا بنم بريند وبيل قال حدثنا محمود بن غيلان قال حدثنا أبو داود قال أنبأنا شعبة عن أبي إسحاق قال سمعت عبد الرحمن بن يزيد يحدث عن الأسود بن يزيد عن عائشة رضي الله تعالى عنها وعنه قالت ما شبع رسول الله صلى الله عليه وسلم من خبز الشعير يومين متتابعين حتى قبض. അതായത് തുടർച്ചയായിട്ട് 2 ദിവസം തുടർച്ചയായിട്ട്. ഇപ്പം ആദ്യം പറഞ്ഞ് ഇറച്ചിയും റൊട്ടിയും ഒരു ദിവസത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല എന്ന്. പിന്നെ പറഞ്ഞ് റൊട്ടി തന്നെ തുടർച്ചയായി 2 ദിവസം അതായത് വയറ് തികയുന്ന രൂപത്തിൽ 2 ദിവസം കഴിച്ചിട്ടില്ല എന്ന്. തുടർച്ചയായി 2 ദിവസം. നോമ്പല്ലാണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വന്നിട്ട് ചോദിക്കും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും. ഇല്ലയെന്നറിഞ്ഞു ഞാൻ ഇന്ന് നോമ്പുകാരനാണെന്നറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഹഖീഖത്ത് നോമ്പായിരിക്കാം. وبه قال حدثنا عبد الله بن عبد الرحمن قال أخبرنا عبد الله بن عمرو أبو معمر قال حدثنا عبد الوارث عن سعيد بن أبي عروبة عن قتادة عن أنس رضي الله تعالى عنه وعنهم قال ما أكل رسول الله صلى الله عليه وسلم على خوان عندنا إسرائيل ولا أكل خبزا مرققا حتى مات. ഈ തൊണ്ട് കളഞ്ഞതും ഇതാക്കിയതൊന്നും കഴിച്ചിട്ടില്ല എന്ന്. നൈസാക്കിയത്. അതന്നെ റിഗാഗ്. ബാബു സിഫ റിഗാഗ് അതിലൊന്നും പെടില്ല. റിഗാഗ് എന്ന് പറയുന്നത് ഇപ്പൊ പഴയതുള്ള പോലെ എന്താണ് ബാബു സിഫത്ത് ഇദാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു. ഒരു പക്ഷേ റിഗാഗിലൊരു സുന്നത്ത് കിട്ടും, അത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബാബു സിഫത്ത് ഇദാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അകല മിനൽ അൽവാൻ. ഭക്ഷണത്തിൻ്റെ ഒപ്പം കൂട്ട്, ഭക്ഷണത്തിൻ്റെ കൂട്ടും ഭക്ഷണത്തിൻ്റെ ഇനങ്ങളും. അൽവാൻ എന്ന് പറഞ്ഞാൽ വിവിധ ഇനങ്ങൾ. ലൗനൻ അത് അൽവാനു താം എന്നറിയും, അതായത് വിവിധ അൻവാ. قال حدثنا محمد بن سهل بن عسكري وعبد الله بن عبد الرحمن قال حدثنا يحيى بن حسان قال حدثنا سليمان بن بلال عن هشام بن عروة عن أبيه عن عائشة رضي الله تعالى عنها وعنهم أن رسول الله صلى الله عليه وسلم قال نعم الإدام الخل. അതായത് ഏറ്റവും നല്ല കൂട്ട് എന്താണ്? സുർക്കയാണ്. അത്രയും, അതായത് ഉള്ള കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് മാത്രമല്ല കുറവ് കൊണ്ടും തൃപ്തിപ്പെടാമെന്ന്. അതായത് ഒരാൾ കുറവ് കൊണ്ടും ഉള്ള അവസ്ഥയിലും കുറവ് കൊണ്ട് കഴിക്കണം, ഇടയ്ക്കൊക്കെ കഴിക്കണം, അതിൽ കുറവൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നെഫ്സ് ഒരു എന്താണ് ആർത്തിന്ന് മാത്രമല്ല, നെഫ്സിൽ ഒരാൾ കൊടുന്നു കഴിഞ്ഞാൽ എൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് തോന്നരുത്. എന്ത് വ്യത്യാസം? കെമിക്കൽസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ناتشرال സ്ഥാനത്ത്. قال عبد الله بن عبد الرحمن في حديث نعم الأدم أو الإدام الخل. وبه قال حدثنا قتيبة قال حدثنا أبو الأحوص عن سماك بن حرب قال سمعت النعمان بن بشير يقول ألستم في طعام وشراب ما شئتم لقد رأيت نبيكم صلى الله عليه وسلم وما يجد من الدقل ما يملأ بطنه. മുമ്പ് പറഞ്ഞല്ലോ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിങ്ങളൊക്കെ ഇപ്പോൾ ഭക്ഷണവും പാനീയവും എത്ര ഇഷ്ടം പോലെ കിട്ടാണ്ട്, ക്വാണ്ടിറ്റിയിലും സമയത്തിലും ഇനങ്ങളിലും. ഇന്നത്തെ കാലത്ത് ഇനങ്ങളിലും, അന്നത്തെ കാലത്ത് എത്ര ഇനങ്ങൾ ഉണ്ടാവില്ല, ഇനങ്ങളിലും. എന്നിട്ട് പറയും ലഖദ് റഅയ്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യജിദു മിനദ് ദഖലി മാ യംലഉ ബത്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് പുളിച്ച ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ നിന്ന് ആൾക്കാർ എടുക്കാത്ത ഈത്തപ്പഴം ഉണ്ടാവില്ലേ, അതായത് പുളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയത് കൊണ്ടോ, അതന്നെ, അത് ഓവർ പഴുപ്പോ അല്ലെങ്കിൽ അതന്നെ എല്ലാവർക്കും വേണ്ടാത്ത ഈത്തപ്പഴം ഉണ്ടാവില്ലേ, അതന്നെ കഴിക്കാൻ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഇല്ലാത്ത അവസ്ഥ, വയറിൽ ഇല്ലാത്ത അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്.
وبه قال حدثنا عبدة بن عبد الله الخزاعي قال حدثنا معاوية بن هشام عن سفيان عن محارب بن دثار عن جابر بن عبد الله رضي الله تعالى عنهما وعنهم قال قال رسول الله صلى الله عليه وسلم نعم الإدام الخل. وبه قال حدثنا هناد قال حدثنا وكيع عن سفيان عن أيوب عن أبي قلابة عن زهد من الجرمي قال كنا عند أبي موسى الأشعري رضي الله تعالى عنه وعنهم فأتي بلحم دجاجنا فتنحى رجل من القوم ഒരാൾ മാറി നിന്ന് فقال ما لك എന്താണ് മാറി നിൽക്കാനുള്ളത് فقال إني رأيتها تأكل نتنا فحلفت ألا أكلها ഞാനൊരു വട്ടം എന്താണ് ജല്ലാലത്ത് അറിയില്ലേ അതുപോലെ അതായത് ഈ കോഴി കാഷ്ടം സാധനങ്ങളും തിന്നണ ഞാൻ കണ്ട അതിന് ശേഷം ഞാൻ സത്യമിട്ട് ഇനി കോഴീനെ ഞാൻ തിന്നൂലാന്ന് കാരണം കോഴി കൊത്തി തിന്നുമല്ലോ നമ്മൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ കോഴി കാഷ്ടമൊക്കെ കൊത്തി നിന്നല്ലോ അപ്പോൾ അത് ഞാൻ കണ്ട അതിൻ്റെ ശേഷം ഞാൻ സത്യമായിട്ട് ഒരിക്കലും തിന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല പറഞ്ഞു വായോ ഇങ്ങോട്ട് വാ അടുത്തേക്ക് വാ ഫൈനി എടുത്ത് വന്ന് തിന്ന് ഫൈനി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ലഹ്മ ദജാജ് നബി കോഴി കഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ എടുത്ത് വന്ന് കഴിച്ചോ നബി കഴിക്കണ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഹലാലായ ഒന്ന് അതായത് പ്രശ്നമില്ലാതെ അത് പ്രശ്നം എന്താന്ന് ബോധ്യപ്പെട്ട് ഉലമാക്കളല്ല ഞാൻ പറയുന്നത് സാധാരണ ഒരാൾ വന്നിട്ട് എന്താണ് ഇറച്ചി കഴിക്കല് എന്താ ഇറച്ചി കഴിക്കാത്തത് അപ്പോൾ എന്താ ഇറച്ചി കഴിക്കാത്ത ചോദിക്കുക ഇത് കണ്ട എന്താ പ്രശ്നം ചോദിച്ചു അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ തബആണല്ലോ അതൊക്കെ അല്ല അയാൾ കാരണം പറയുന്നത് ഞാനത് അങ്ങനെ ആക്കണം അതിനെന്താണ് നബി നിങ്ങളെക്കാട്ടി നല്ല മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉസ്താദ്മാർ കഴിക്കണ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഞണ്ടുണ്ടല്ലോ നമ്മളെ നാട്ടിലത്തെ ഞണ്ടിൽ നാട്ടിൽ കുറേ കാലം ചർച്ച നടന്നൊരു വിഷയമാണ്. കുറേ ആൾക്കാരുടെ അടുത്ത് ഞണ്ട് ഹറാമാണ്, കുറേ ആൾക്കാരുടെ അടുത്ത് ഇത് ഇന്ന് തുടങ്ങിയല്ലോ 900 ഹിജ്രിയിൽ തുടങ്ങിയ പ്രശ്നമാണ് കേരളത്തിൽ ഞണ്ട് തിന്നാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തി പറയാണ് ഞണ്ട് തിന്നണേൽ എന്താ പ്രശ്നം അയാൾ പറയാണ് ചർച്ച ഒന്നും അയാൾക്കൊരു ഒത്തിരിയല്ല. ഞാൻ KK ഹസറത്തിന് ഞാൻ ഞണ്ട് കൊടുത്ത മൂപ്പര് ഞണ്ട് തിന്നണ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാൾ വന്നിട്ട് ഞണ്ട് തിന്ന എന്താ പ്രശ്നം വയ്ക്കുക ഞണ്ട് അത് തിന്നാൻ പറ്റും എന്താ തിന്നാൻ പറ്റായിക KK ഹസറത്ത് തിന്നണ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അത് ആ ഞണ്ടല്ല ചെറിയ ഞണ്ടാണ്. അതായത് പുഴ ഞണ്ട് കടൽ ഞണ്ടുണ്ട് ചെറിയ ഞണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കടയിൽ പോയാൽ അതായത് കടലിൽ നിർത്തുന്ന ചാവും കുറേ നേരം നിൽക്കില്ല അത് കുറച്ച് കഴിഞ്ഞാൽ ചാവും. വലിയ ഞണ്ടല്ല അത് തിന്നാറ്റില്ല. ഒരുപോലെയോ അല്ലെങ്കിൽ കരയിൽ കൂടുതലുള്ളതോ ഞണ്ടുകൾ ഇനങ്ങളാണ്. വലുതൊന്നും കഴിക്കാൻ കഴിയില്ല. അവിടെ വന്നപ്പോൾ കേരളത്തിന് ഇത് വെച്ചു കൊടുത്തു സർക്കാർക്ക് ഞണ്ടിൻ്റെ വിഷയം കുറേ ചർച്ചകൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് കാരണം കിതാബിൽ ഞണ്ട് കൊണ്ട് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള പുറത്ത് വന്ന ചാവണ ഞണ്ടല്ല. ഇപ്പം ഇന്ന് കിട്ടണ ഞണ്ട് അത് പറ്റില്ല, അതൊരിക്കലും കഴിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ 2 തരം ഞണ്ടിനെ കാണും. ഒന്ന് ചെറിയ ഞണ്ടുകളുണ്ട്. ചെറിയെന്ന് പറഞ്ഞാൽ ഇത്ര പീക്കിലല്ല, കുറച്ച് ചേർത്ത് അത് ചത്തട്ടേ ഉണ്ടാവുള്ളൂ, അത് ജീവനോടെ കിട്ടില്ല. കാരണം അത് കടലിൻ്റെ വെള്ളത്തിൻ്റെ പുറത്തേക്ക് വന്നാൽ ചാവും. കുറച്ച് നേരം മതി, അത് എടുത്തിട്ട് കുറച്ച് ഒരു അര ദിവസം അല്ല കുറച്ച് നേരം കഴിഞ്ഞാൽ ചാവും. അത് ചാവില്ലല്ലോ, അത് 2 കിലോ ജീവിക്കാൻ കഴിയുന്നതല്ല, അത് അതിനെ കഴിക്കാൻ പറ്റില്ല. അറിയാലോ ഇപ്പോൾ എന്താണ് 2 ഞണ്ടും വിപണിയിൽ കിട്ടാണ്ട്. ഞണ്ട് ശ്രദ്ധിക്കണം, അത് പുറത്തേക്ക് വരുന്ന ഞണ്ടേ കഴിക്കാവൂ. എന്താവട്ടെ ഞണ്ടല്ലല്ലോ ഇത്, കോഴിയല്ലേ.
وبه قال حدثنا الفضل بن سهل الأعرج البغدادي قال حدثنا إبراهيم بن عبد الرحمن بن مهدي عن إبراهيم بن عمر بن سفينة. അപ്പോൾ ഇന്നിപ്പോൾ കോഴി കഴിക്കാത്തവരോട് ചോദിക്കുക, കോഴി എന്താ കഴിക്കാത്തത്? ഇങ്ങനത്തെ കാരണങ്ങൾ പറയുകയുണ്ടെങ്കിൽ എന്താ അങ്ങനെ അതിനെക്കാട്ടി നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ പറയുകയുണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ അയാൾ പറയുകയാണെങ്കിൽ എനിക്കത് വേണ്ട, കാരണം അതിൽ കുറേ മിക്സിങ്ങും കുറേ എന്തുണ്ട്, നജാസത്തിൻ്റെ പ്രശ്നമല്ല, കുത്തിവെക്കലും അസുഖങ്ങളുണ്ട്, അപ്പോൾ ഞാനത് ഒഴിവാക്കുകയാണ്, എനിക്കത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവേണ്ടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് അയാളെ വെറുപ്പ്. നിങ്ങൾ കഴിക്കണതിൽ അതിൽ വിഷയം വരുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ, ഇങ്ങനത്തെ കാരണങ്ങൾ അതിൽ വകുപ്പില്ല. കോഴി കൊത്തി തിന്നുണ്ട് എന്നുള്ളതൊരു കാരണമല്ല, അല്ല. അതുകൊണ്ട് എല്ലാ കോഴിനും തിന്നില്ല എന്ന് അറിയുമ്പോൾ അപ്പോൾ പറയാ എന്നും തിന്നണേലോ ഓക്കെ. ഇതിപ്പോൾ ഇന്നിവിടെ വന്നിട്ട് ശവത്തിനെ കുറിച്ചിട്ട് പറയേ അത് തിന്നിടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്ന്, നബി തിന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇഷ്കാതെ ചോദിക്കാം. അമിതമായി കഴിക്കുന്നതിന് പറ്റിയ അത് ഇത്രയും പുറത്ത് പോയിട്ട് ഇത്രയും ഷർത്ത് വെക്കുന്നത് മുസീബത്താണ്. അത് അങ്ങനത്തെ ഫിഖത്തിൻ്റെ അടുത്തുനിന്നല്ല പോയിട്ട് കഴിക്കാൻ പാടുള്ളൂ. അത് ശരിയായിട്ടോ ഇല്ല എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോരുതല്ലോ. അതിന് പൊതുവെ ഹലാലിറ്റ് എന്നല്ല പറയുന്നത്, അതിൽ പിന്നെ ചർച്ചകൾ നമ്മൾ പോരുതല്ലോ. അപ്പോൾ ഇതിൽ قال حدثنا فضل بن سهل الأعرج البغدادي قال حدثنا إبراهيم ابن عبد الرحمن بن مهدي قال عن إبراهيم بن عمر بن سفينة عن أبيه عن جده قال أكلت مع رسول الله صلى الله عليه وسلم الحبارى. ഹുബാറ എന്ന് പറഞ്ഞാൽ അതൊരു കിളിയാണ്, അത് നിങ്ങൾ നെറ്റിയിൽ അടിച്ചാൽ കിട്ടും. അതൊരു എന്താണ് പറയുക, താറാവൊക്കെ പോലത്തെ ഒരു കിളിയാണ്. കഴുത്ത് നീണ്ടത്, അത് നിങ്ങളിപ്പോൾ കഴുത്ത് നീണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താണെന്നറിയില്ല. ഹുബാറ ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റായി നിൽക്കുന്ന എക്സ്റ്റിങ്ക്റ്റ് ആവാനായിട്ട് നിൽക്കുന്ന ഒരു പക്ഷിയാണ്. ഈ നാടുകളിലോ ചൂട് നാടുകളിൽ ഉണ്ടാകുന്ന ഒരു പക്ഷിയാണ്. അരയന്നമല്ല, നിങ്ങൾ നെറ്റിയിലടിച്ചാൽ ഹുബാറ തന്നെ കിട്ടും. അതിൻ്റെ പേര് ഇപ്പോഴും ഹുബാറ തന്നെയാണ്. നെറ്റിയിലടിച്ചാൽ കിട്ടും. അതൊരു താറാവൊക്കെ പോലത്തെ ഒരു ജീവിയാണ്, പക്ഷേ അത് ഈ നാടുകളിലുണ്ടാവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊപ്പം അതായത് ചിറകുള്ള സാധനത്തിന് തിന്നിട്ടുണ്ട്. അപ്പോൾ താറാവിൻ്റെ പോലത്തെ ഇനത്തിൽ ആ ഇനത്തിൽപ്പെട്ടത് തിന്നിട്ടുണ്ടെന്ന്, അത് തിന്നണോ കുഴപ്പമില്ലാന്ന്. കിളികൾ തിന്ന അത് ഫിഖിയ മസലത്തല്ലേ. കിളികൾ തിന്നാൻ പറ്റാത്തത് അതിന് ഷർത്തുകളുണ്ടല്ലോ, അത് പിന്നെ പഠിക്കും. അപ്പോൾ قال حدثنا علي بن حجر قال أخبرنا إسماعيل بن إبراهيم عن أيوب عن القاسم التميمي. അത് പറഞ്ഞിട്ട് എല്ലാ കിളിയിലൊന്നും തിന്നാറ്റില്ല, കിളീന് ഷർത്തുണ്ടെന്ന് പറഞ്ഞത് മറക്കരുണ്ട. عن زهد بن الجرمي قال كنا عند أبي موسى الأشعري قال فقدم طعامه وقدم في طعامه لحم دجاج وفي القوم رجل من بني تيم الله يحمر كأنه مولى قال فلم يدن فقال له أبو موسى ادن فإني قد رأيت رسول الله صلى الله عليه وسلم أكل منه فقال إني رأيته يأكل شيئا فقذرته فعلفت أن لا أطعمه أبدا. وبه قال حدثنا محمود بن غيلان قال حدثنا أبو أحمد الزبيري وأبو نعيم قال حدثنا سفيان عن عبد الله بن عيسى عن رجل من أهل الشام يقال له عطاء عن أبي أسيد قال رسول الله صلى الله عليه وسلم كلوا الزيت وادهنوا به فإنه من شجرة مباركة. അതായത് കുലുസെയ്ത്ത് എന്ന് പറയുമ്പോൾ ഉദുമയിൽ പെടും. അതായത് എണ്ണ സെയ്ത്ത്, ഇത് സെയ്ത്തൂൻ എണ്ണയാണ്. സെയ്ത്തൂൻ എണ്ണ, അതായത് എണ്ണ കഴിച്ചോളി, അതായത് എണ്ണയിൽ ഭക്ഷണത്തിൻ്റെ ഒപ്പം എണ്ണ കൂട്ടി കഴിച്ചോളി. വദ്ദഹിനൂബിഹി, അതുകൊണ്ട് നിങ്ങൾ തേച്ചോളി, ദുഹന് തേച്ചോളി. ഫൈനഹു മിൻ ഷജറത്തി മുബാറക്ക, ഇത് മുബാറക്ക. അപ്പോൾ സെയ്ത്തൂൻ ഷജറയാണ് മുബാറക്കായ ഷജറത്ത്. ബാക്കിയുള്ള എണ്ണകളും ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിന് ഓരോന്നിനും ഓരോ എന്താണ് ഷിജറ മുബാറക്ക പോലെ ആയിരിക്കില്ല, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് مبارك زيتون. وبه قال حدثنا يحيى بن موسى قال حدثنا عبد الرزاق قال أخبرنا معمر عن زيد بن أسلم عن أبيه عن عمر بن الخطاب رضي الله تعالى عنهم قال رسول الله صلى الله عليه وسلم كلوا الزيت وادهنوا به فإنه من شجرة مباركة. قال أبو عيسى وعبد الرزاق كان يضطرب في هذا الحديث فربما أسنده وربما أرسله. هذا سند اللي برشنا مريا ونديتنا يذكرنا. وبه قال حدثنا أبو داود سليمان بن معبد السنجي قال
حدثنا عبد الرزاق عن معمر عن زيد بن أسلم عن أبيه عن النبي صلى الله عليه وسلم نحوه ولم يذكر فيه عن عمر. وبه قال حدثنا محمد بن بشار قال حدثنا محمد بن جعفر وعبد الرحمن بن هدي قال حدثنا شعبة عن قتادة عن أنس بن مالك رضي الله تعالى عنه وعنهم قال كان النبي صلى الله عليه وسلم تعجبه الدباء فأتي بطعام أو دعي له فجعلت أتتبعه فأضعه بين يديه لما أعلم أنه يحب دباء دا മത്തൻ മത്തൻ പംകിൻ. അപ്പോൾ നബി സല്ലല്ലാഹു ചെരങ്ങാണെന്ന് അഭിപ്രായം ഉണ്ടല്ലോ അല്ലേ? അത് ചരങ്ങൾ ഇന്നയാണ്, പക്ഷെ അത് മത്തനാണ്. ദുബ്ബാ ബി ദലീൽ വേറെ ഹദീസുകളൊക്കെ ജമ ചെയ്താൽ പറ്റും. അതാണ് യൂനുസ് നബീൻ്റെ എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ ഖുർആനി വന്നിട്ടുണ്ട്. ഷജറത്തുൻ മിൻ യഖ്തീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. യഖ്തീന് ഇതാണ്, പംകിനാണ്, മത്തൻ. ചെരങ്ങനെ കാട്ടിയും മത്തനാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ. ഇനം വർഗം അതന്നെ. അപ്പോൾ ഒരാൾ അതാണെന്ന് ഉദ്ദേശിച്ചാലും ഉദ്ദേശം കൊണ്ട് കിട്ടാം, പക്ഷെ അസ്ല് എന്താണ്? അത് മത്തനാണ്. ദുബ്ബ എല്ലാ തരം അത് വരുന്നുണ്ട്. അല്ല, മത്തനാണ്. പംകിൻ്റെ ഉള്ളിലും ആക്കാലോ. അപ്പോൾ നബി സല്ലല്ലാഹു അനസ് റളിയല്ലാഹുവിൻ്റെ കഥ ഇനിയും വരും. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇവിടെ എന്താ വരുന്നത്? അതൊരു ടൈലർ ഖയ്യാത്ത് വിളിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു മത്തനെ. അപ്പോൾ വിളിച്ചപ്പോൾ ഫജഅൽതു അതതബ്ബഉ ഫഅദഉഹു ബൈന യദൈഹി ലിമാ അഅലമു അന്നഹു, അങ്ങനെ ഞാനും എന്ത് ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പറക്കി ഇങ്ങനെ തേടി എടുത്തിട്ട് ഞാൻ നബിക്ക് വെച്ചു കൊടുത്തായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. وبه قال حدثنا قتيبة بن سعيد قال حدثنا حفص بن رياث عن إسماعيل بن أبي خالد عن حكيم بن جابر عن أبيه قال دخلت على النبي صلى الله عليه وسلم فرأيت عنده دباء يقطع. ഇവിടെ മത്തന് കൊടുന്നിട്ട് കട്ട് ചെയ്യണ കണ്ടത്. വലിയ മത്തൻ കൊടുന്നിട്ട് കട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവണ്ടേ. കട്ട് ചെയ്യണം. ഫഖുൽതു മാ ഹാദാ, ഇതെന്താണ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നുകസ്സിറു ബിഹി തഅമനാ, ഇതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം വർദ്ധിപ്പിക്കുക. അതായത് ഇത് സൂപ്പ് ഉണ്ടാക്കുക, സാധനം ഉണ്ടാക്കുക, ഭക്ഷണത്തിടുക, കറി ഉണ്ടാക്കുക, ബിരിയാണി ഉണ്ടാക്കുക, എല്ലാ വിഭവം ഇതുകൊണ്ട് ഞങ്ങളെ ഭക്ഷണം ഇങ്ങനെ തക്സീർ ചെയ്യുക. അത്ര ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമുക്കറിയണ ചില ഉസ്താദന്മാരൊക്കെ എല്ലാ ഭക്ഷണத்தைയും കൊണ്ടുപോയിട്ട് സൂപ്പിലും കേക്ക് ഉണ്ടാക്കും, മധുരം ഉണ്ടാക്കും, എല്ലാ സാധനവും ഉണ്ടാക്കും. ഇതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അജബും. നിങ്ങൾ പറയണ എന്താണ് ചിരങ്ങ, അതുകൊണ്ട് പറ്റില്ല. പക്ഷേ മത്തനുകൊണ്ട് എല്ലാ വിഭവം ഉണ്ടാക്കാൻ പറ്റും. അതായത് എരിവുള്ള വിഭവം ഉണ്ടാക്കാൻ പറ്റും, മധുരമുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അത് എല്ലാ ഇനങ്ങളിലേക്കും പറ്റും എന്നാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. قال أبو عيسى وجابر هذا هو جابر بن طارق ويقال ابن أبي طارق وهو رجل من أصحاب النبي صلى الله عليه وسلم ولا نعرف له إلا هذا الحديث الواحد وأبو خالد اسمه سعد. وبه قال حدثنا قتيبة بن سعيد عن مالك بن أنس عن إسحاق بن عبد الله بن أبي طلحة أنه سمع أنس بن مالك رضي الله تعالى عنه وعنهم يقول إن خياطا دعا رسول الله صلى الله عليه وسلم لطعام صنعه. قال أنس فذهبت مع رسول الله صلى الله عليه وسلم إلى ذلك الطعام فقرب إلى رسول الله صلى الله عليه وسلم خبزا من شعير ഇത് അടുപ്പിച്ച് റൊട്ടി വമറഖൻ ഒരു കറി ഫീഹി ദുബ്ബാഉൻ വഖദീദ്. ഖദീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഖദീദ് തന്നെയാണ്. ഖദീദ് എന്ന് പറഞ്ഞാൽ ഉണക്കിയ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാം ഉണക്കിയ മാന്തളുണ്ടല്ലോ, അതുപോലെ ഉണക്കിയ ഇറച്ചി. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അനബ്നു ഇംറഅത്തിൻ കാനത്ത് തഅകുലുൽ ഖദീദ്, ഞാനൊരു എന്താണ് ഉണങ്ങിയ, അതായത് അത്രയും വലിയ എന്താണ് രാജാക്കന്മാരെ പോലെയല്ല, ഫ്രഷ് മാത്രം കഴിക്കണം, ഉണക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കുക, അങ്ങനത്തെ ഒരു പെണ്ണിൻ്റെ മോനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാനിലെ ചില റൊട്ടികൾ ഭയങ്കര കട്ടി റൊട്ടിയാ, ചില റൊട്ടികൾ ഭയങ്കര ഹാർഡായിട്ടാണ്. അത് ഇതുമായി സമപ്പെടുത്താൻ പറ്റും. ഈ തവിടില്ലാത്ത റൊട്ടി പറയുന്നതും
അതും ഭയങ്കര കട്ടിയല്ല. അത് ആ തവിട് കൊണ്ടല്ലല്ലോ, അത് നമ്മളിപ്പോൾ ഇത് പരുത്തന്ത് കുറച്ചുകൂടി കട്ടിയിൽ വരുത്തിയാൽ ആവുമല്ലോ. ഇതും തമ്മിൽ ബന്ധമല്ലല്ലോ. അപ്പോൾ അതിലെന്തുണ്ട്? ഇറച്ചിയുണ്ട്, ദുബ്ബ ഉണ്ട്. ഇറച്ചില്ല എന്ന് ഓർക്കരുത്. ഇറച്ചി ഉണക്കിയിട്ട് ഇടിയിറച്ചി തെക്ക് ഭാഗത്തൊക്കെ ശരിക്കും ഇങ്ങനെ പോട്ടിൽ നമ്മളിപ്പോൾ അത്രയും അജബ് കാണേണ്ട ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ ഉണക്കിയ മാന്തൽ ഇഷ്ടം പോലെ നമ്മൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കണ്ടല്ലോ ഉണക്കിയ ചെമ്മീൻ. ഈ ഉണക്കിയ ഇറച്ചിനെ ഉപയോഗിക്കുന്നുണ്ട് തെക്ക് ഭാഗത്ത് അതന്നെ. ഇറച്ചി എന്ന് പറഞ്ഞു. അതായത് ഉണക്കിയെടുത്തൊക്കെ അന്ന് ഫ്രീസറും സെല്ലാജൊന്നും ഇല്ലല്ലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ قال أنس فرأيت النبي صلى الله عليه وسلم يتتبع الدباء حوالي القصعة. അതായത് ആ പാത്രം ഇങ്ങനെ കൈയിട്ടിട്ട് ദുബ്ബാ തിരഞ്ഞ് ഇങ്ങനെ എടുക്കണ കണ്ട്. അപ്പം മുമ്പത്തെ ഹദീസ് ചിലപ്പോൾ രണ്ട് അവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കണ കണ്ടപ്പോൾ നബി അനസ് റളിയല്ലാഹു അൻഹും ഒപ്പം എന്താണ് തിരഞ്ഞ് നബിക്ക് ഇട്ടുകൊടുത്തിരുന്നു. രണ്ടും ആവാം. ഫലം അസൽ ഉഹിബ്ബു ദുബ്ബാഅ മിൻ യൗമിഇദ്. അന്ന് മുതൽ എനിക്ക് എന്താണ് ദുബ്ബ ഇഷ്ടമാണ്, നബിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അന്ന് മുതൽ ഇഷ്ടമാണ്. وبه قال حدثنا أحمد بن إبراهيم الدورقي وسلمة بن شبيب ومحمود بن غيلان قالوا أخبرنا أبو أسامة عن هشام بن عروة عن أبي عن عائشة رضي الله تعالى عنها وعنهم قالت كان النبي صلى الله عليه وسلم يحب الحلواء والعسل. مدر الذي اشتندايرنو إذ تينو اشتندايرنو. وبه قال حدثنا حسن بن محمد الزعفراني قال حدثنا حجاج بن محمد قال قال ابن جريج أخبرني محمد بن يوسف أن عطاء بن يسار أخبره أن أم سلمة أخبرته أنها قربت إلى رسول الله صلى الله عليه وسلم جنبا مشويا فأكل منه ثم قام إلى الصلاة وما توضأ. ده ارتبابين വേണ്ടിയിട്ട് ഒരു മുഖദ്ദിമ ഇൻട്രൊഡക്ഷൻ ഇട്ടാണ്. ഇതും അതും തമ്മിൽ ബന്ധമുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഹാർഡായ, അതായത് ഒരു ജംബൻ മഷ്വി എന്ന് പറഞ്ഞ ഒരു ഇറച്ചി, ഒരു ഭാഗത്തു നിന്നുള്ള ഇറച്ചി എന്നുള്ളത്, അതായത് ഇറച്ചി കൊടുത്ത് ഗ്രിൽഡ്. അപ്പോൾ അതായത് കുക്ക്ഡ് ആക്കിയിട്ട്, അതായത് വെള്ളത്തിലല്ല, തീന ഇത് മാമസഹുന്നാർ കൊണ്ട് ഒള്ളു മുറിയില്ല എന്നുള്ള മസാലത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചർച്ച കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ കഴിക്കലുമായി, എന്താ കഴിച്ചതെന്നുമായി, ഇനി അടുത്ത ഭാവിയിലേക്കുള്ള സൂചനയുമായി. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, വമാ തവദ്ദ, ഒള്ളു പുതുക്കിയിട്ടില്ല. وبه قال حدثنا قتيبة قال حدثنا ابن لهيعة عن سليمان بن زياد عن عبد الله بن الحارث قال أكلنا مع رسول الله صلى الله عليه وسلم شواء في المسجد. പള്ളി വെച്ചിട്ട് ഞങ്ങൾ എന്ത് കഴിച്ച്, എന്താണ് മഷ്വി കഴിച്ച്. നിങ്ങളൊക്കെ പറയും ഷവായ കഴിച്ച്. വേവിച്ചതല്ല, തീമ്മൽ ഇട്ടത്. വേവിക്കാന്ന് പറഞ്ഞാൽ സ്റ്റീംഡ് അല്ലേ, വേവ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിങ് ആണ്. ശിവ എന്ന് പറഞ്ഞാൽ തീനെ ഡയറക്റ്റ് തട്ടിക്കലാണ്. ഇപ്പോൾ പൊരിക്കൽ ഷവായാണ്. അത് നേരാണെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ പൊരിക്കലാണ്. മറ്റേത് വേവിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പുഴുങ്ങലാണ്. ആ, പള്ളി ഇരുന്നിട്ട് കഴിക്കണം. അതുകൊണ്ട് പള്ളി ഇരുന്നിട്ട് കഴിക്കൽ കറാഹത്തുല്ലൊന്നുമില്ല. പള്ളിയിൽ നിന്ന് മാറിക്കാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം പള്ളി ഭക്ഷണം കഴിക്കാനുള്ള കേന്ദ്രമാക്കണം എന്നല്ല. ഇപ്പം ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ നിങ്ങൾ പള്ളിയിൽ നിന്ന് കഴിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നാറിക്കാണ്ടിരുന്നാൽ മതി, നാറിക്കരുത്. അപ്പോൾ പള്ളിയിൽ മജ്‌ലിസൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു കടിയൊക്കെ കൊടുന്നോളി, പള്ളിയിൽ ഇവരൊക്കെ കഴിച്ച് ആസ്വദിക്കട്ടെ. ദിക്റ് ചൊല്ലിയല്ലേ അല്ല, ആഖിറത്തിൽ ഫലം കിട്ടണ പോലെ ദുനിയാവിലും ഒരു രസം കിട്ടട്ടെ അല്ലേ. ഒരു സുറൂറ് കൽബിൽ, മോമിൻ്റെ കൽബിൽ ഇത്രയും കാലം കൊതിച്ചിരുന്ന പഴംപൊരിയും കണ്ണൂരേരാണെങ്കിൽ ഉന്നക്കായും വയനാട് മജ്മൂആണ്, മലപ്പുറത്തും കണ്ണൂരത്തൊക്കെ. മലപ്പുറം ബേസല്ലേ അവരൊക്കെ, മനസ്സിലായി. അപ്പം അതൊക്കെ അങ്ങനെ എന്ത് ചെയ്യുക, ഇടയ്ക്കൊക്കെ കിട്ടാത്ത വിഭവങ്ങളൊക്കെ അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു ദുനിയാവി ആഖിറത്തിന് ഉദ്ദേശിച്ച് വന്നാലും അവരെ കൽബിലൊരു ഫറഹ നമ്മൾ കൊടുക്കണ്ടേ, അതിൽ പ്രശ്നമൊന്നുമില്ല.
നമ്മൾ കുറേ ആൾക്കാർ കുറേ തശദ്ദുദ് ചെയ്യും. പള്ളിക്ക് വെച്ച് കഴിക്കരുത്, പള്ളിക്ക് വെച്ച് ഉറങ്ങരുത്, അതൊന്നും അസ്ലീബട്ടല്ല, മനസ്സിലായ? പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, നാറിച്ചിടരുത്. കഴിക്കാനറിയില്ല, പൊളിച്ച് ഇതാക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ കഴിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഇരുന്ന് വല്ലാത്ത കോലൊക്കെ ആക്കി, അങ്ങനെയല്ല, കഴിക്കണ പോലെ കഴിക്കണം, ഒരു കുഴപ്പമില്ല, മനസ്സിലായ? وبه قال حدثنا محمود بن غيلان قال حدثنا وكيع قال حدثنا مسعر عن أبي صخرة جامع بن شداد عن المغيرة بن عبد الله عن المغيرة بن شعبة قال ضفت مع رسول الله صلى الله عليه وسلم ذات ليلة فأتي بجنب مشوي ثم أخذ الشفرة فجعل يحز لي بها منه. قال فجاء بلال يؤذنه بالصلاة فألقى الشفرة فقال ما له تربت يداه. قال وكان شاربه وفا فقال لي أقصه لك على سواك أو قصه على سواك. ഇവിടെ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് വന്ന ഈ ഹദീസിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പം മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ലൈഫായിട്ട്, അതായത് ഗസ്റ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊപ്പം ഉണ്ടായിരുന്നു ദാത്തലയില ഒരു രാത്രി. ഫഉതിയ ബിജംബിൻ മശ്വീൻ, അതായത് ഒരു ഇറച്ചിൻ്റെ ഒരു ഭാഗം പൊരിച്ച ഇറച്ചി. അല്ലെങ്കിൽ രണ്ടാളൊന്നല്ല, നബീൻ്റെ അടുത്ത് ഗസ്റ്റായി എന്ന് പറയണേലും അങ്ങനെ, അല്ലാണ്ട് രണ്ടാളും കൂടി ഗസ്റ്റായി എന്നല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് എന്താ ഇത്, അപ്പോൾ ഒരു ഫഉതിയ ബിജംബിൻ മശ്വീൻ, അപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു ഇറച്ചി പൊരിച്ച ഇറച്ചി കൊടുന്ന്. ഇവിടെ അല്ലേ രണ്ടും മുഹ്തമലാണ്. വാഹിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നിന്നല്ല, വാഹിർ എന്താ വേറെ ആള് സൽക്കരിച്ചു, വേറെ ആളാണ് സൽക്കരണം. അപ്പോൾ സൽക്കരണത്തിൽ ഒപ്പം നബിയുടെ ഒപ്പം വേറെ ആളുണ്ട്, മനസ്സിലായി? ഖാൽ ഫഉതിയ ബിജംബിൻ മശ്വീൻ, ഒരു ഇറച്ചിന്ന് ഒരു പീസ്, അതായത് പൊരിച്ചിട്ട് കൊടുന്ന്, കാലും ഇതല്ല, അതായത് കുടലിൻ്റെ ഒരു ഭാഗം ചെമ്പ്. ഖാൽ സുമ്മ അഖദ അശ്ശഫ്ര, അങ്ങനെ കത്തിയെടുത്ത്, ഫജഅല യഹുസ്സു ലി ബിഹാ മിൻഹു, അതിന് കട്ട് ചെയ്ത് നബി വെച്ച് കൊടുത്ത്. യഹുസ്സു കട്ട് ചെയ്യുക. ഖാല ഫജാഅ ബിലാലുൻ യുഅ്ദിനുഹു ബിസ്സലാഹ്, നിസ്കാരത്തിന് സമയമായി നിറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഫഅൽഖ അശ്ശഫ്രത ഫഖാൽ മാ ലഹു തരിബത് യദാഹ്. ഖാല വകാന ശാരിബുഹു വഫാ, അങ്ങനെ അവിടെ എന്താണ് അതവിടെ വെച്ചു. എന്നിട്ട് പറഞ്ഞു മാലഹു തരിബത് യദാഹ്, എന്നിട്ട് പറഞ്ഞു ഖാല വകാന ശാരിബുഹു വഫാ. അതായത് ഇവിടെ വരുന്നത് ഇതെന്താണ് ഉണ്ടായത്, അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്, ഈ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു എന്താണ് പറയുക, ചുണ്ടിൻ്റെ താഴേക്ക് എന്ത് വന്നേക്കണ്, മീശ വന്നേക്കണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അഖുസ്സൂലക അലാ സിവാക്ക് അല്ല ഔ ഖുസ്സഹു അലാ സിവാക്ക്. ഹദീസ് റാവി ഷെക്ക് വന്ന് ഞാൻ എന്താണ് വെട്ടിത്തരട്ടെ മിസ്വാക്ക് വെച്ചിട്ട്, അതായത് മിസ്വാക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴെയുള്ളത് വെട്ടാം, അല്ലെങ്കിൽ മിസ്വാക്ക് വെച്ചിട്ട് ബാക്കിയുള്ള, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ മദ്ഹബിയുള്ള മുഅ്തമദായ ഖൗൽ സുന്നത്ത് വടിക്കലല്ല, സുന്നത്ത് മിസ്വാക്ക് വെച്ചിട്ട് താഴെ നിന്ന് എടുക്കലാണ്. അപ്പോൾ ഇവിടെ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറച്ചി തിന്നാനും ഇറച്ചി കട്ട് ചെയ്ത് അത് തിന്നലയിലും ഒരു കുഴപ്പമില്ല, കട്ട് ചെയ്യണതിലും കുഴപ്പമില്ല, അതിലൊരു പൊരിച്ചതും കരിച്ചതിലൊന്നും കുഴപ്പമില്ല, നബി കഴിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതന്നെ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ടല്ലേ ബാങ്ക് കൊടുക്കാൻ പോവാ. ആ കയ്യിലുണ്ടായിരുന്നത് താഴെ ഇട്ടെന്ന്, അതായത് അത് ഭക്ഷണമല്ല, കത്തി അവിടെ വെച്ചു എന്ന്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ റാവി പറയാണ് ഇന്നെ ശ്രദ്ധിച്ച്, അപ്പോൾ എൻ്റെ എന്താണ് പറയുക ചുണ്ടിൻ്റെ താഴേക്ക് മീശ വന്ന് കണ്ട് ചോദിച്ചു. وبه قال حدثنا واصل بن عبد الأعلى قال حدثنا محمد بن فضيل عن أبي حيان التيمي عن أبي زرعة عن أبي هريرة رضي الله تعالى عنه وعنهم قال أتي النبي صلى الله عليه وسلم بلحم فرفع إليه الذراع وكانت تعجبه فنهس منها. قال കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട്
നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന കാലും ഇത് ഷോൾഡർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നഹസ എന്ന് പറഞ്ഞാൽ അതിന് പിച്ചെടുത്തു. وبه قال حدثنا محمد بن بشار قال حدثنا أبو داود عن زهير يعني ابن محمد عن أبي إسحاق عن سعد بن عياض عن ابن مسعود قال كان النبي صلى الله عليه وسلم يعجبه الذراع وقال وسم في الذراع وكان يرى أن اليهود سموه. അതായത് യഹൂദാക്കൾ എന്ത് ചെയ്ത് വിഷട്ടത് എന്തിലാണ്? അതാണ് നബി എടുക്കാന്നറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാക്കിയുള്ളതിലല്ല. അതിലാണ്. وبه قال حدثنا محمد بن بشار قال حدثنا مسلم بن إبراهيم قال حدثنا أبان بن يزيد عن قتادة عن شهر بن حوشب عن أبي عبيد قال طبخت للنبي صلى الله عليه وسلم قدرا باترتيل ഇത് കലത്തിൽ ഉണ്ടാക്കി. وكان يعجبه الذراع ذراع ഇഷ്ടപ്പെട്ടായിരുന്നു. فناولته الذراع ഇത് കേൾക്കട്ടാ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ കാലിഷ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ ഒരു കാലെടുത്ത് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم قال ناولني الذراع, ഒരു കാലിതാ. فناولته കൊടുത്തു. ثم قال ناولني الذراع, കാലിതായോ. فقلت يا رسول الله صلى الله عليه وسلم وكم للشاة من ذراع, എത്ര കാലാണ് ഇപ്പോൾ ഷാത്തിനുള്ളത്? فقال ഇത് കേൾക്ക്, والذي نفسي بيده, സത്യം തന്നെ, لو سكت لناولتني الذراع ما دعوت, ഞാൻ ചോദിക്കുന്നത് അവസാനിക്കുന്നവരെയൊക്കെ ആയിന്ന് കാല് നിങ്ങൾ എടുത്തന്നേനെ. തമാശക്ക് പറഞ്ഞല്ല, ഉള്ള ഹക്ക് പറഞ്ഞ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, എന്താ ഉക്തുബ്, ഇവിടുന്ന് വരുന്നത് ഹക്കല്ലാതെ ബാത്തിൽ ഇവിടുന്ന് വരില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും സത്യം ഇട്ടിട്ടാ പറഞ്ഞു, തമാശക്ക് പറഞ്ഞല്ല. അതായത് കാലിതായോ കാലിതായോ അതിങ്ങനെ 100 വട്ടം ചോദിച്ചാലും എടുക്കാനുള്ളത് അവിടെ ഉണ്ടാവും. അതന്നെ, അത് നബിയാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി ചോദിക്കാനുള്ളത് ഇട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ളതുണ്ടാവും. നബി ഉദ്ദേശിച്ചാൽ അതവിടെ ഉണ്ടാവും. അത് നബി ഉദ്ദേശിച്ചാൽ അത് അള്ളാഹ് അവിടെ ഇട്ടുണ്ടാവും. അതന്നെ, അതാണ് നബിക്ക് അറിയാണ്ടല്ലോ, ആർത്തി കൊണ്ടല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹാബാക്കൾ ചോദിക്കുമ്പോൾ പ്രത്യേകമായി എടുത്ത് ചോദിക്കണ കാണാം. അള്ളാഹുവിൻ്റെ അടുക്കുന്ന നബിയുടെ അടുക്കുന്നാന്ന് ചോദിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള വകുപ്പുള്ളതാണോ അല്ലയോണെന്നാണ് ചോദിക്കുന്നത്. ബദറിലൊക്കെ കണ്ടാൽ ചോദ്യം വരുന്നത് അള്ളാഹിൻ്റെ അടുക്കുന്നാണോ, അതായത് ഇതിൽ അഭിപ്രായം പറയാൻ വകുപ്പുണ്ടോ ഇല്ലെന്നാണ് അത് ചോദ്യത്തിനർത്ഥം. അപ്പം നാവിൽ നിവിറ എന്നറിയുമ്പോൾ ഈ ഒരു തെർബിയത്ത് വന്നതിന് ശേഷം അവസാന കാലത്ത് സഹാബാക്കൾ നോക്കട്ടാ ഇങ്ങനെ ഈ തെർബിയത്ത് ആദ്യം ഇങ്ങനെ ഒന്നല്ല. ആദ്യം നബി ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹിൻ്റെ അടുക്കുന്ന നബിയുടെ അടുക്കുന്ന ചോദിക്കും. ആദ്യകാലത്ത് ബദർ യുദ്ധമൊക്കെ ആദ്യകാലത്തല്ലേ. പിന്നെ ഇങ്ങനെ വന്ന അവസാനത്തെ ആ ചോദ്യമല്ല. നബി പറഞ്ഞാൽ അടുത്ത ചോദ്യം അവിടെ ഇല്ല. അല്ല, ഈ ആയത്ത് വന്നതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി റസൂൽ, അള്ളാഹിൻ്റെ റസൂലിന് മുന്നിൽ വേറെ ഒന്നും മുന്തിക്കരുത്, ഒന്നും. അതല്ല, ഹജ്ജത്തുൽ വദാഇൻ്റെ കഥ എടുത്ത് നോക്കിയാൽ കൃത്യമായി അത് കാണാൻ പറ്റും. ഹജ്ജത്തുൽ വദാഇൻ്റെ കഥയിൽ കാണാൻ പറ്റും. സഹാബാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ദിവസം ഏതാണെന്ന് അറിയുമോ, ഈ മാസം ഏതാണെന്ന് അറിയുമോ, ഈ സ്ഥലം ഏതാണെന്ന് അറിയുമോ? സഹാബാക്കൾ ഒരാളും ഉണ്ടില്ല. ഓരോരുത്തർ പറയും നമ്മൾ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലാത്തൊരു ദിവസമാണ് എന്ന് പറയുന്നോ, ഇതല്ലാത്ത സ്ഥലമാണെന്ന് പറയുമോ, എന്താണ് നബി പറയുന്നത് ശരി എന്നുള്ളത് നമ്മൾ ചെവിടോർത്ത് കാലത്തുനിന്ന്. ഇന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ കാലത്തൊക്കെ വെള്ളിച്ചല്ലേ റസൂലെ, അറഫല്ലേ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. പക്ഷേ ആ ഒരു തെർബിയത്ത് കിട്ടി അങ്ങോട്ടെത്തിയപ്പോൾ സഹാബാക്കളിൽ നിന്ന് ഒരാളും കമാനക്ഷരം ഉണ്ടില്ലാന്ന്. അതന്നെ, അതാണ് ആദ്യം നബി നിങ്ങൾ ലാ തജഅലൂ ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ,
നിങ്ങൾ തമ്മിൽ വിളിക്കണ പോലെയല്ല നബിനെ വിളിക്കേണ്ടത്. അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഗ്രാജുവലി അതല്ലേ, ആദ്യം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു അതിരില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങി ചോദ്യങ്ങൾ ഒരു ലിമിറ്റ്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായി. നബി ദേഷ്യം പിടിച്ച്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മിമ്പർ കയറിയിട്ട് വന്ന് പറഞ്ഞത്, ഇന്ന് എന്തൊക്കെ ദുനിയാവ് സൃഷ്ടിച്ചത് മുതൽ അവസാനിക്കുന്ന വരെ എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരും, എന്ത് വേണമെങ്കിലും ഇന്ന് ചോദിക്കോ, ഇതാണ് നിങ്ങളെ ചാൻസ്. പേടി. ആൾക്കാർ ആ നബിയുടെ ഹാല് കണ്ടിട്ട് പേടിച്ച് വിറച്ച്. അവിടെയാണ് ഒരു സാവി ചോദിച്ചതിൻ്റെ ഉപ്പ ആരാ ചോദിച്ചു, പറഞ്ഞു നിങ്ങളുപ്പ. ഇതാ അതുകൊണ്ട് മനസ്സിലായി ദുനിയാവിലുള്ള എല്ലാ ഒരു ജുസ്ഇയ്യത്തുമാണ് നബി ഉദ്ദേശിച്ചതെന്നുള്ളത്. അല്ല പൊതു കാര്യമായിട്ടല്ല പറഞ്ഞതെന്ന്. ഓരോ മൈന്യൂട്ട് വിഷയം നബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഉസ്താദ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയൂല. പക്ഷെ നബിനെ പഠിപ്പിച്ചു കൊടുത്ത റബ്ബിന് ഗൈബ് അറിയും. അതിൻ്റെ ഉത്തരം അത്രയേ ഉള്ളൂ. സ്വയം കൊണ്ട് ഒരു മനുഷ്യർക്ക് ഗൈബ് അറിയില്ല. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത് അത് അള്ളാഹു നബിക്ക് എത്ര ഇട്ടുകൊടുക്കുക അത്ര അത് ഇട്ടുകൊടുത്ത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞു. അവിടെ ചോദ്യം പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രസക്തി ഇല്ല. അത് പിന്നെ ചർച്ചയ്ക്ക് പോകാനുള്ള വകുപ്പുമില്ല. പിന്നെ അള്ളാഹ് എത്ര കൊടുത്തു എന്നുള്ള ചോദ്യമാണ് വരുന്നത്. മനസ്സിലായില്ല? സ്വയം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുൽ ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. ആ ആയത്ത് തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനി അസ്സൂ. ആയത്ത് തന്നെ ഗൈബിൻ്റെ പറ്റു എനിക്കറിയില്ല എന്ന് പറഞ്ഞത് തന്നെ പറയുന്നത് തുടങ്ങുന്നത് അള്ളാഹ് തന്നാലും ഉണ്ടാവും എന്നാണ് പറഞ്ഞ് തുടങ്ങുന്നത്. മനസ്സിലായ? وبه قال حدثنا الحسن بن محمد الزعفراني قال حدثنا يحيى بن عباد عن فليح بن سليمان قال حدثني رجل من بني عباد وقالوا له عبد الوهاب بن يحيى بن عباد عن عبد الله بن الزبير رضي الله تعالى عنهما وعن عائشة رضي الله تعالى عنها وعنهم قالت. عبد الله بن زبير അറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ ആരാ? അസ്മാൻ്റെ മോനല്ലേ? അസ്മ റളിയല്ലാഹു അൻഹ മോനല്ലേ അബ്ദുല്ലാഹ് ബിൻ സുബൈർ? സ്ഥാനത്താ? അസ്മ റളിയല്ലാഹുവിൻ്റെ സഹോദരിയല്ലേ ആയിഷ, ഖാലത്ത്. قالت ما كان الذراع بأحب اللحم إلى رسول الله صلى الله عليه وسلم ولكنه كان لا يجد اللحم إلا غبا وكان يعجل إليها لأنها أعجلها نضجا. ആയിഷ റളിയല്ലാഹു പറഞ്ഞു അത് ഇഷ്ടായിട്ടാവാനല്ല സാധ്യത. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴൊന്നും ഇറച്ചി കഴിക്കാറില്ല. ഇറച്ചി കിട്ടലും കുറവാണ്. അപ്പോൾ ഇറച്ചിന്ന് ഏറ്റവും ആദ്യമായിട്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുന്ന എന്താ? കാലിൻ്റെ അവിടുത്തെ ഇറച്ചിയാണ്, വേവന്ത്. ബാക്കിയുള്ളത് കുറേ നേരം വേണമല്ലോ, അത് സോഫ്റ്റ് ഇതാവാൻ. ഹാർഡല്ലേ ജമ്പൊക്കെ, സൈഡിലത്തൊക്കെ ഭയങ്കര ഹാർഡാണ്, കുറേ നേരം വേവിക്കണ്ടേ. കാലിൻ്റെ അവിടെ കുറച്ച് ഇറച്ചിയും പിന്നെ ഇതുമല്ലേ, പെട്ടെന്ന് ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ചൂട് ഇതാവുമല്ലോ, കണ്ടക്ട് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് എന്ന് ഒരു അർത്ഥം വെച്ചു ആയിഷ റളിയല്ലാഹു. പക്ഷേ മൊത്തം ഇഷ്ടമാണെന്നുള്ളത് തന്നെയാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിറാ എടുക്കുമ്പോൾ പുറത്തുനിന്ന് വീട്ടിൽ നിന്നുള്ളത് വീട്ടിൽ അങ്ങനെ ഭക്ഷണം ഇറച്ചി ഇങ്ങനെ കഴിക്കണ അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ, കുറവാണല്ലോ. وبه قال حدثنا محمود بن غيلان قال നുദ്ജ എന്ന് പറഞ്ഞാൽ ഇതാവല് പാകാവ പാകം. وبه قال حدثنا محمود بن غيلان قال حدثنا أبو أحمد قال حدثنا مسعر قال سمعت شيخا من فهم نرني ورغوترم بني فهم قال سمعت عبد الله بن جعفر رضي الله تعالى عنهما وعنهم يقول سمعت رسول الله صلى الله عليه وسلم إن أطيب اللحم لحم الظهر. ഏറ്റവും നല്ല എന്താണ് ഇറച്ചി? പുറത്തെ ഇറച്ചിയാണ്. അപ്പോൾ ഇത് എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിനെ വിലപ്പെടുത്താൻ വേണ്ടി കൊടുന്നതാണിത്. അതന്നെ ജവാബ് അതാണ്.
وبه قال حدثنا سفيان بن وكيع قال حدثنا زيد بن حباب عن عبد الله بن مؤمل عن أبي مليكة عن عائشة رضي الله تعالى عنها وعنه أن النبي صلى الله عليه وسلم قال نعم الإدام الخل. وبه قال حدثنا أبو كريب محمد بن العلاء قال حدثنا أبو بكر بن عياش عن ثابت أبي حمزة الثمالي عن الشعبي عن أم هانئ رضي الله تعالى عنها وعنه قالت دخل علي النبي صلى الله عليه وسلم فقال عندك شيء فقلت لا إلا خبز يابس وخل فقال هاتي ما أقفر بيت من أدم فيه خل. ഒരു ഉണങ്ങിയ റൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആലയുടെ അടുത്ത് പോയപ്പോൾ അവിടെ എന്തേലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, ഒരു ഉണങ്ങി അടിച്ച റൊട്ടി കൊണ്ട് സുർക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാ മാ അഖ്ഫറ, ഒരിക്കലും പാവത്തരം ഫഖർ വന്നിട്ടില്ല. മാ അഖ്ഫറ എന്നുള്ളതിൻ്റെ അർത്ഥം ഒരിക്കലും അവർക്ക് ഇല്ലാതായിട്ടില്ല. ബൈത്തുൻ ഫീഹി, ഒരു വീട്ടിൽ സുർക്ക കൂട്ടാനായിട്ട് ആയിട്ട്, നമ്മളെ നാട്ടിൽ കൂട്ടാനായിട്ട് സുർക്കുള്ള വീട്ടിൽ എന്ത് പാവത്തരമാണ് وبه قال حدثنا محمد بن المثنى قال حدثنا محمد بن جعفر قال حدثنا شعبة عن عمرو بن مرة الهمداني عن أبي موسى عن النبي صلى الله عليه وسلم قال فضل عائشة على النساء كفضل الثريد على سائر الطعام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബാക്കിയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് എന്താണ്, കുതിർത്തിയ റൊട്ടി, ഇപ്പോൾ പത്തിരിയോ അല്ലെങ്കിൽ പൊറാട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കറിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുതിർത്തി റിഗാക്കൊക്കെ സരീതിയിൽ പെടും. കുതിർത്തിയല്ലേ അതായത് കുതിർത്തി എന്ന് പറയുമ്പോൾ ശരിക്കണ പോലെയല്ല. അത് റൊട്ടി എന്ന് പറയുമ്പോൾ കറി മുക്കി തിന്നണ പോലെയല്ല. റൊട്ടി കറീൻ്റെ അതിൻ്റെ ആ ടേസ്റ്റാണ്ട് വലിച്ചെടുത്തിട്ട് അത് തിന്നുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അതന്നെ ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെ സംബന്ധിച്ചിട്ട് ഇത് ബാക്കിയുള്ളതും കറിയും ഇങ്ങനെ മുക്കി തിന്നാണ്. നിങ്ങളിപ്പോൾ തിന്നത് റൊട്ടിയാണ്. മറ്റേത് റൊട്ടിയിൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവനായി ഇങ്ങനെ പിടിച്ചെടുത്ത് അതാണ്. അതുപോലെയാണ്. وبه قال حدثنا علي بن حجر قال أخبرنا إسماعيل بن جعفر قال حدثنا عبد الله بن عبد الرحمن بن معمر الأنصاري أبو طوالة أنه سمع أنس بن مالك رضي الله تعالى عنه وعنهم يقول قال رسول الله صلى الله عليه وسلم فضل عائشة على النساء كفضل الثريد على سائر الطعام. وبه قال حدثنا അതായത് ثريدിന് ഒരു അഫ്ളലിയത്ത് ഉണ്ടെന്നും അതിന് മനസ്സിലാവുക. അപ്പോൾ നമ്മളൊക്കെ റൊട്ടി തിന്നുമ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ തിന്നാം, പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെ ആക്കി തിന്നില്ല. പക്ഷേ ഇഷ്ടമുള്ള പോലെ തിന്നാന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. കുതിർത്തിട്ടിട്ട് ഒരു വേറൊരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇന്നത്തെ എന്താണ് പറയുക, എന്താണ് നമുക്ക് പറയാൻ പറ്റും, കണ്ണൂരേരെ എന്താണ് പറയുക, ഇതുണ്ടല്ലോ കുഞ്ഞു പത്തിരിയ, അതൊക്കെ സരീതിയിൽ പെടുമെന്നറിയാം. അതൊക്കെ രീതിയിൽ പെടും. അതിൻ്റെ അർത്ഥങ്ങൾ പോയിട്ട് എല്ലാ ഭക്ഷണത്തിൽ നിന്നും അനുവാത്താമ്യൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കണം എന്നല്ല. കഴിക്കാൻ കിട്ടണത് അങ്ങനെ ആക്കിയിട്ട് കഴിച്ചാൽ അതിനൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. ശരി, ഇത് കാരണങ്ങളുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഫഹമും അഖലുള്ള സ്ത്രീയിൽ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഏറ്റവും ഫഹമും അഖൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫിഖ് പകർന്നു കൊടുത്തിട്ടുള്ളൊരു സ്ത്രീയാണ് ആയിഷ. അഫ്ഖഹുൻ നിസാ, കുറേ ഫضലുണ്ട്. وبه قال حدثنا قتيبة بن سعيد قال حدثنا عبد العزيز بن محمد. ഈ കല്യാണ ആലോചനയായിട്ട് ആരാ വന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആയിഷ ബീവിനെ കുറിച്ചിട്ട് പട്ടിയിലെ ആയിഷ റളിയല്ലാഹുവിൻ്റെ ഫോട്ടോ ആയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് കല്യാണ ആലോചനയായിട്ട്. കണ്ടില്ലേ കല്യാണം, അതായത് ആലോചനക്ക് വേണ്ടി വന്ന്. അല്ലാ,
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ആ പെണ്ണിൻ്റെ ഫോട്ടോ കൊടുന്ന് തന്നാൽ കാണാമെന്നുള്ളത്. എടുത്തക്കാന്ന് മനസ്സിലാകാൻ പറ്റില്ല. കാണാമെന്നുള്ള മനസ്സിലായി. കണ്ട പട്ടിയിൽ ആയിഷ വീറന്തുവാൻ്റെ ഫോട്ടോ നടത്തിയില്ല, കാണിച്ചു കൊടുത്തില്ലേ? അല്ല, വൺ ടൈം ആയിട്ടല്ല, മൊബൈലിൽ അയച്ചു കൊടുക്കരുത്. അതായത് ബ്രോക്കറൊക്കെ വന്നിട്ട് കാണിച്ചു തരില്ലേ? അങ്ങനെയല്ല, അത് അതിന് ജവാബ് കൊടുക്കരുതല്ലേ. قال حدثنا قتيبة بن سعيد قال حدثنا عبد العزيز بن محمد عن سهيل بن أبي صالح عن أبيه عن أبي هريرة رضي الله تعالى عنه وعنهم أنه رأى رسول الله صلى الله عليه وسلم توضأ من ثور أقط ثم رآه أكل من كتف شاة ثم صلى ولم يتوضأ. അവിടെ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ഇത് ഭക്ഷണം കഴിച്ചു. അതായത് സൗറ് എന്ന് പറഞ്ഞാൽ സവറാന്, ഇങ്ങനെ സവറാൻ അറിയില്ലേ? പൊള വരുന്നത്. അതായത് നമ്മൾ കറിയൊക്കെ ഇതാക്കുമ്പോൾ ഇങ്ങനെ പൊള വരില്ലേ? പാല് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിനെന്താ പറയുക? പതല്ല, പൊന്തി വരില്ലേ? അങ്ങനെ പൊന്തി വരുന്ന പാല്, അതാണ് സൗറ്. സൗറ് എന്ന് പറഞ്ഞാൽ ഇതല്ല, തിളച്ച പാല്, തിളച്ച് പൊന്തിയ പാല്. തവദ്ദ, ആ തിളച്ച് പൊന്തിയ പാല് കുടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. സുമ്മ റആഹു അകല മിൻ കതിഫി ഷാത്തിൻ സുമ്മ സല്ല വലം യതവദ്ദ. എന്ത് കതിഫ്? ഷാത്തിൻ്റെ ഷോൾഡർ കഴിക്കണ കണ്ടിട്ട് അതിൽ നിന്ന് ഒള്ളു കൊടുത്തത് കണ്ടിട്ടില്ല. അതായത് തീ തൊട്ടത് തിന്നാൽ ഒള്ളു നിൽക്കൽ നിർബന്ധമാണ് എന്നുള്ളത് അത് സ്ഥിരപ്പെട്ടിട്ട്, അത് ഇവിടെ അങ്ങനെയല്ല ഉള്ളത്, സ്ഥിരപ്പെട്ടില്ല, ഇവിടെ അങ്ങനെയല്ല ഉള്ളത് എന്ന് പറയുകയാണ് ഇവിടെ. എന്തുകൊണ്ട്? പാല് കുടിച്ചിട്ട് തിളച്ച് മറിഞ്ഞ പാല് കുടിച്ചിട്ട് ഒന്നു കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. وبه قال حدثنا ابن أبي عمر قال حدثنا سفيان بن عيينة عن وائل بن داود عن ابنه وهو بكر بن وائل عن الزهري عن أنس بن مالك رضي الله تعالى عنه وعنهم قال أولم رسول الله صلى الله عليه وسلم على صفية بتمر وسويق. അതായത് തമ്രും കുറച്ച് എന്താണ് പറയുക, ഈ എന്താ ഹരീസൊക്കെ പോലത്തെ, മനസ്സിലായി? അപ്പോൾ وبه قال حدثنا الحسين. അതായത് സഫിയ റളിയല്ലാഹുവിൻ്റെ കല്യാണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമത്ത് നടത്തിയത് എന്താണ്? കുറച്ച് റൊട്ടിയും കുറച്ച് എന്താ ഈത്തപ്പഴം. وبه قال حدثنا الحسين بن محمد البصري قال حدثنا الفضيل بن سليمان قال حدثنا فائد مولى عبيد الله بن علي بن ابي رافع مولى رسول الله صلى الله عليه وسلم قال حدثني عبيد الله بن علي عن جدته سلمى ان الحسن بن علي وابن عباس وابن جعفر اتوها فقالوا لها اصنعي لنا طعاما مما كان يعجب رسول الله صلى الله عليه وسلم ويحسن أكله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളതും നബി കഴിച്ചേരുന്നതും, അതായത് ഇഷ്ടപ്പെട്ട് കഴിച്ചേരുന്ന ഒരു താമ്, ഇഷ്ടപ്പെട്ട് കഴിച്ചേരുന്ന ഒരു താമ് എനിക്ക് ഉണ്ടാക്കി തരോ. ആരോട് പറഞ്ഞതാ? സൽമ റളിയല്ലാഹു തആല. സൽമ എന്ന് പറഞ്ഞാൽ അബൂ റാഫിഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അബൂ റാഫിഅന് മൗല, നബിയുടെ മൗല എന്ന് പറഞ്ഞാൽ നബിയുടെ ഖിദ്മത്ത് ചെയ്തത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകൻ്റെ അതുപോലെ തന്നെയാണ് അബൂ റാഫിഅ റളിയല്ലാഹു മവാലിപ്പെട്ട ഒരാളാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകനെ പരിചരിച്ചിരുന്നതുമാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എടുത്തതും ഇത് എന്താണ് പറയുക, കാര്യങ്ങൾ നോക്കിയിരുന്ന സ്ത്രീയും കൂടിയാണ് ആര്? സൽമ. സൽമനോട് ചോദിച്ചു, നബിക്കിഷ്ടമുള്ള ഒന്ന് പറഞ്ഞുതരോ? فقالت يا بني لا تشتهيه اليوم. മോനെ, ഇന്ന് നിങ്ങൾക്കത് തിന്നാൻ ശഹവത്ത് വരില്ല, അത് ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നൂല്ല. قالوا بلى. നബി ഇല്ല, اصنعيه لنا, ഉണ്ടാക്കിത്തായോ നബിക്ക് ഇഷ്ടമുള്ളത്. قال فقامت فأخذت شيئا من شعير فطحنته. കുറച്ച് ഗോതമ്പ് കൊടുന്നിട്ട് പൊടിച്ച് ثم جعلته في قدر, ഒരു പാത്രത്തിൽ വെച്ചു. وصبت عليه شيئا من زيت, കുറച്ച് എണ്ണ ഒഴിച്ചു.
വദഖത്തിൽ ഫുൽഫുല വത്തവാബിൽ, കുറച്ച് അൻസാരികളും കുറച്ച് എന്ത് ചെയ്ത് ഫുൽഫുൽ എന്ന് പറഞ്ഞാൽ കുരുമുളകും കുറച്ച് അൻസാരികളും ചതച്ച് തവാബിൽ സ്പൈസസ് നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. തവാബിൽ എന്ന് പറഞ്ഞാൽ സ്പൈസസ്. ഫഖറബതു ഇലൈഹിം, അതായത് അന്നിപ്പോൾ ഉപ്പ് കുറച്ച് അന്ന് ലഭ്യമായത് കുറച്ചാണ്. ഇന്നത്തെ പോലെ എന്താണ് പറയുക, ടെർമറിക് ഒന്നുമില്ല. ഒരു ഉപ്പും കുരുമുളകുമാണ് ഇവിടെ ശരിക്കും വരുന്നത്. ഫഖറബതു ഇലൈഹിം, അപ്പോൾ ഗോതമ്പ്, എണ്ണ, ഉപ്പും കുരുമുളകും ചതച്ച് പൊടിയാക്കി അത് ഇതിലിട്ടിട്ട് കൂട്ടി കൊയ്ക്കുക. അപ്പോൾ എണ്ണയിൽ എന്താണ് ഒരു പൊരിച്ച, അതായത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൂട്ടി കൊഴിച്ചിട്ട് ഉണ്ടാക്കാം. ഫഖറബതു ഇലൈഹിം ഫഖാലത് ഹാദാ മിമ്മാ കാന യുഅ്ജിബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വയഹ്സന, ഇത് നബിക്ക് ഇഷ്ടപ്പെട്ടതും നബി കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഭക്ഷണമായിരുന്നു. അതായത് സിമ്പിൾ ഭക്ഷണം. അല്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലായി, പൊരിക്കലല്ല. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഗോതമ്പ് അരിച്ച് പൊടി മൈദ ഇതാക്കാം, പൊടി പോലെ ആക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം പോലെ ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റിയ കോലത്തിലാവും. അതിലെണ്ണ ഒഴിക്കാം. പിന്നെ കുരുമുളകും ഉപ്പും വേറെ പൗഡർ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കിയിട്ട് ചതച്ച് നൈസ് പൗഡറാക്കാം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് വിതറിന് ഇപ്പം ഹുമ്മുസൊക്കെ തിന്നില്ല, അതുപോലെ തിന്നാം. കുഴപ്പമില്ല, വേവിച്ചോളി. അതന്നെ ഗോതമ്പിൻ്റെ അല്ല, എണ്ണ ലാസ്റ്റ് വയ്ക്കലാണ്. എണ്ണവും പൊടിയൊക്കെ ലാസ്റ്റ് വയ്ക്കലാണ്. അതായത് ബ്രെഡല്ല, തഹീനൊക്കെ പോലെ അങ്ങനെ എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ ബ്രെഡ് കൊടുത്തിട്ട് കുറേ പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുതിർത്തി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, വെള്ളം കുതിർത്തി ഇങ്ങനെ ആക്കിയാൽ നമുക്കൊരു പിടി പോലെ കിട്ടൂലേ, അതുപോലെ. അതായത് നമുക്ക് ചുരുക്കം പറയാം തഹീനൊക്കെ പോലത്തെ ഒരു സാധനം. ക്ലിയറായ തിന്നാൻ പറ്റുമല്ലോ, അതുപോലെ ഒരു റെസിപ്പിയാണ്, ഡീറ്റെയിൽഡ് റെസിപ്പി. وبه قال حدثنا محمود بن غيلان قال حدثنا أبو أحمد قال حدثنا سفيان عن الأسود بن قيس عن نبيح العنزي عن جابر بن عبد الله رضي الله تعالى عنهما وعنهم قال أتانا النبي صلى الله عليه وسلم في منزلنا فذبحنا له شاة فقال كأنهم علموا أننا نحب اللحم وفي الحديث قصة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അതായത് ഷാത്തിനെ ആട്ടുംകുട്ടീനെ അറുത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവർക്ക് അറിഞ്ഞ പോലെ ഉണ്ടല്ലോ നമുക്കൊക്കെ ഇറച്ചി ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ സൽക്കാരത്തിൽ ഇറച്ചി ഉണ്ടാവില്ല നല്ലതെന്ന് മനസ്സിലായി. ഇഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇറച്ചി നല്ലതെന്ന് മനസ്സിലായി. وبه قال حدثنا ابن أبي عمر قال حدثنا سفيان قال حدثنا عبد الله بن محمد بن عقيل سمع جابرا فإن قال سفيان وحدثنا محمد بن المنكدر عن جابر قال خرج رسول الله صلى الله عليه وسلم وأنا معه فدخل على امرأة من الأنصار فذبحت له شاة فأكل منها وأتته بقناع من رطب فأكل منه ثم توضأ للظهر وصلى ثم انصرف فأتته بعلالة من علالة الشاة فأكل ثم صلى العصر ولم يتوضأ. النبي صلى الله عليه وسلم തങ്ങൾ ഒരു എന്താണ് അൻസാരി അതായത് ഒരു അൻസാരിയത്തായ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ, അവിടെ ബാക്കിയുള്ളവരും ഉണ്ട്, പെണ്ണിൻ്റെ വീടാണ്, അവിടെ എത്തി. അപ്പോൾ അവിടെ ളിയാഫത്തായിരുന്നു. അപ്പോൾ എന്തായി, അറുത്ത് കൊടുത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു. വതതു ബിഖിനാഇൻ മിൻ റുതബിൻ, അങ്ങനെ കുറച്ച് റുതബ് കൊടുന്ന്, ഈത്തപ്പഴം. അത് ഖിനാഇൻ മിൻ റുതബ് എന്ന് പറഞ്ഞാൽ നമ്മളിന്നൊക്കെ ഈ ഇതുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കാം, ലഡുവൊക്കെ പോലെ, അതുപോലെ ഈത്തപ്പഴത്തിന്നൊരു വിഭവം, അതാണ് ഖിനാഉൻ മിൻ റുതബിൻ്റെ അർത്ഥം. അതായത് ഒരു
എന്താണ് പറയുക, മധുര പലഹാരം. അഹ്സൻത്. ഫഅകല മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തിന്നു. സുമ്മ തവദ്ദഅ ലിദ്ദുഹ്രി, അങ്ങനെ ളുഹറായപ്പോൾ ഒളു എടുത്ത്. വസല്ല സുമ്മ ഇൻസറഫ്. ഫഅതതു ബിഉലാല, അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫഅതതു ബിഉലാല. ഉലാല എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ഇറച്ചിൻ്റെ ബാക്കിന്ന് കൊടുന്ന് ഇറച്ചി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. അതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. ഫഅകൽ സുമ്മ സല്ലൽ അസ്റ, അസ്റ നിസ്കരിച്ചു. വലം യതവദ്ദ, ഒളു എടുത്തില്ല. അതായത് ഒരു വട്ടം ഭക്ഷണം കഴിച്ചതെന്ന് ഒളു എടുത്ത്, ഒരു വട്ടം ഭക്ഷണം കഴിച്ചതെന്ന് ഒളു എടുത്തിട്ടില്ല. അത് അടുത്ത ബാബുണ്ട്, ആ ബാബിനൊക്കെ മുൻകൂടിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. وبه قال حدثنا العباس بن محمد الدوري قال حدثنا يونس بن محمد قال حدثنا فليح بن سليمان عثمان بن عبد الرحمن عن يعقوب بن أبي يعقوب عن أم المنذر قالت دخل علي رسول الله صلى الله عليه وسلم ومعه علي ولنا دوال معلقة. دوالي എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ദവാലി, അതായത് ദവാലി എന്ന് പറഞ്ഞാൽ ഇതാ ഈത്തപ്പഴത്തിൻ്റെ കോല ഉണ്ടല്ലോ, ഞാൻ മുമ്പത്തെ ഇതിൽ പറഞ്ഞല്ലോ. അതായത് ദവാലിൻ മുഅല്ലഖ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നമുക്ക് ഊഹിക്കണം എന്നുണ്ടെങ്കിൽ പഴം നമ്മൾ കെട്ടിയിടൂല്ലേ പഴുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇത് കൊല കെട്ടിയിടും പഴുക്കാൻ വേണ്ടിയിട്ട്. വീണ് ആ കെട്ടിടലല്ല, വീട്ടിൽ കൊല നമ്മൾ കെട്ടിയിടില്ല പഴുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ. فقالت فجعل رسول الله صلى الله عليه وسلم يأكل, نبي أين ارتقيك وعلي معه يأكل أقولنا. فقال رسول الله صلى الله عليه وسلم علي ما هي علي فإنك ناقه. قالت നാഖിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വയ്യായ, അതായത് വയ്യായ എന്താണ്, പനിയൊക്കെ കഴിഞ്ഞിട്ട് പനി വിട്ട് കിടന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ശരീരം ക്ഷീണാണ്ട് മാറിയിട്ട്, ക്ഷീണാണ്ട് മാറിയിട്ടില്ല. കാലത്ത് നിർത്ത് അലിയെ, ക്ഷീണം മാറിയിട്ടില്ല. കാലത്ത് ഫജലസ അലിയുൻ വന്നബിയു സല്ല, അങ്ങനെ അലി അവിടെ ഇരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു. قالت فجعلت لهم سلقا وشعيرا فقال النبي صلى الله عليه وسلم يا علي من هذا فاصب فإنه أوفق لك. അതായത് ഗോതമ്പും കുറച്ച് സാധനങ്ങളും, അതായത് കൊടുന്നത് ഇറച്ചിയല്ല. فقال النبي صلى الله عليه وسلم يا علي من هذا فاصب, അതായത് പുഴുങ്ങിയതും ഒരു സാധനവും കൊടുന്നെടുത്തുനിന്ന്, അത് ഫൈനോ ഓഫക്കുലക്ക്, ഇത് തിന്നോ കുഴപ്പമില്ല, അത് ഇതാണ് ചൂടാണ്, ശരീരത്തിനെ പെട്ടെന്ന് കനം പിടിപ്പിക്കും. ഒറ്റക്ക് കഴിക്കരുത്, ചൂടാണ് ശരീരം. അപ്പോൾ ബാക്കിയുള്ള ഭക്ഷണം കൊടുന്ന ബ്രെഡും സാധനം കൊടുന്ന കഞ്ഞൊക്കെ കൊടുന്നപ്പോൾ അത് നബി കഴിച്ചു. എന്നാലും അലി റളിയല്ലാഹു അൻഹു കഴിച്ചു എന്ന് പറഞ്ഞു. അതിന് വേറൊരു കാര്യം മനസ്സിലാവുക, തിന്നാൻ പറ്റാത്ത ആളെ മുന്നിൽ വെച്ച് തിന്നാന്നുള്ളത് മനസ്സിലായി. അയാൾക്ക് വിഷമം ഉണ്ടാവരുതെന്നേ ഉള്ളൂ. وبه قال حدثنا محمود بن غيلان قال حدثنا بشر بن السري عن سفيان عن طلحة بن يحيى عن عائشة بنت طلحة عن عائشة أم المؤمنين رضي الله تعالى عنها وعنهم قالت كان النبي صلى الله عليه وسلم يأتيني فيقول أعندك غداء فأقول لا، قالت فيقول إني صائم. قالت فأتاني يوما فقلت يا رسول الله إني أهديت لنا هدية. قال وما هي؟ قلت حيس. قال أما إني أصبحت صائما. قالت ثم أكل. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വീട്ടിൽ വന്ന് ചോദിക്കും ഭക്ഷണം ഉണ്ടോ ചോദിക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു എന്താണ്. അപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്ത് അപ്പോൾ പറഞ്ഞു ഇന്ന് ഹദിയ വന്നിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നബിയ എന്ന് പറഞ്ഞു, ഹൈസ് എന്ന് പറഞ്ഞു. ഹൈസ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം, എന്താണ് ഈ ഹൈസ് എന്ന് പറഞ്ഞാൽ പാലുണ്ടല്ലോ, അത് പേസ്ട്രി, നമ്മളൊക്കെ പേസ്ട്രി എന്നറിയില്ലേ, അതുപോലെ പാല് വിഭവമാണത്. പാലും ഈത്തപ്പഴവും പിന്നെ എന്താണ് പറയുക കുറച്ച് നെയ്യും. ഇന്നൊക്കെ ഇപ്പോൾ അറബികളൊക്കെ ഉണ്ടാക്കണതിൽ പെട്ടതാണത്. ഖാല അമാ ഇന്നി അസ്ബഹ്തു സായിമൻ, നോമ്പെടുത്തല്ലോ, സുന്നത്ത് നോമ്പാണ്. ഖാലത്ത് സുമ്മ അകൽ, എന്നാൽ നബി നോമ്പ് മുറിച്ചിട്ട് കഴിച്ചു. അപ്പോൾ അതിന് ഒരു കാര്യം മനസ്സിലായി, സുന്നത്ത് നോമ്പെടുത്ത് കഴിഞ്ഞാൽ അത് ഹദീഫി വന്നിട്ടുണ്ടല്ലോ, ഓരോരുത്തർ അവരാരെ സുന്നത്ത് എടുക്കണതിൽ അവരാരെ നഫ്സിൻ്റെ അവൻ്റെ കയ്യിലാണ്. അപ്പോൾ അമീറു നഫ്സിഹി, നോമ്പ് തുറക്കണം എന്നുണ്ടെങ്കിൽ തുറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തുറക്കണ്ട. അപ്പോൾ എവിടെ പോയാലും
അല്ലാണ്ട് ഹദിയ വന്നാലും വീട്ടുകാരൊപ്പം കഴിക്കണം എന്നാണ് കഴിക്കാം. അവർക്ക് അത് കറാത്തൊന്നുമില്ല, അതിൽ വരില്ല. സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്ന ആൾ തിങ്കളാഴ്ച സ്ഥിരമായിട്ട് നോമ്പെടുക്കണം. ഒരു സൽക്കാരം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ നോമ്പ് മുറിക്കാം, കുഴപ്പം വരുന്നില്ല. وبه قال حدثنا عبد الله بن عبد الرحمن قال أخبرنا عمر بن حفص بن غياث قال حدثنا أبي عن محمد بن أبي يحيى الأسلمي عن يزيد بن أبي أمية الأعور عن يوسف بن عبد الله بن سلام قال رأيت النبي صلى الله عليه وسلم أخذ كسرة من خبز شعير فوضع عليها تمرة وقال هذه إدام هذه وأكل. ഇതിപ്പോൾ നമ്മൾ അവരൊക്കെ അങ്ങനെ കഴിക്കുക. അതായത് റൊട്ടി എടുത്ത് റൊട്ടീൻ്റെ മുകളിൽ ഒരു ഈത്തപ്പഴം വെച്ച് അങ്ങനെ കൂട്ടിയിട്ട് കഴിച്ചു. ഇത് ഇതിൻ്റെ കൂട്ടാണ്. وبه قال حدثنا عبد الله هو ابن عبد الرحمن قال أخبرنا سعيد بن سليمان قال عن عباد بن العوام عن حميد عن أنس أن رسول الله صلى الله عليه وسلم كان يعجبه الثفل. قال عبد الله يعني ما بقي من الطعام ഭക്ഷണത്തിന് ബാക്കിയായത്. സുഫ്ലി എന്ന് പറഞ്ഞ ഭക്ഷണത്തിന് ബാക്കിയ, അതായത് കറിയും ഇതൊക്കെ ബാക്കിയത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബാബു മാ ജാഅ ഫി സിഫത്തി വുദൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ അത്'ആം. അതായത് ഇനി താമിൻ്റെ അടുത്ത് വുളു ഉള്ളത് ആ ബാബ് മുഴുവനായിട്ട് വായിക്കുക. കാരണം അത് മുമ്പ് ഞാൻ വിശദീകരിച്ചത്, മുൻകൂടിയായിട്ട് പറഞ്ഞ ഈ ബാബിനോട് വേണ്ടിയിട്ടാണ്. وبه قال حدثنا أحمد بن منيع قال حدثنا إسماعيل بن إبراهيم عن أيوب عن ابن أبي مليكة عن ابن عباس رضي الله تعالى عنهما وعنهم أن رسول الله صلى الله عليه وسلم خرج من الخلاء فقرب إليه الطعام فقالوا ألا نأتيك بوضوء قال إنما أمرت بالوضوء إذا قمت إلى الصلاة فرضا وضوء. നിസ്കരിക്കേണ്ടെങ്കിൽ നിസ്കാരത്തിന് പോകണ്ടെങ്കിൽ മാത്രമേ ഒളു എടുക്കണ്ടുള്ളൂ. അതായത് ഇത് കഴിച്ചുകൊണ്ട് ഒളു എടുക്കണം എന്നില്ല, നിസ്കാരത്തിനാണ് ഒളു ഉള്ളത്. കഴിക്കാനോ കഴിച്ചു കഴിഞ്ഞാലോ ഒളു ഇല്ല. وبه قال حدثنا سعيد بن عبد الرحمن المخزومي قال حدثنا سفيان بن عيينة عن عمرو بن دينار عن سعيد بن الحويرث عن ابن عباس رضي الله تعالى عنهما وعنهم قال خرج رسول الله صلى الله عليه وسلم من الغائط فأتي بطعام فقيل له ألا تتوضأ فقال أصلي فأتوضأ. അതായത് ആ ആളെ മനസ്സിൽ എന്തുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചാൽ എന്തുണ്ട് ഒളു എടുക്കണം എന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉണ്ടാ ഒളു എടുക്കാൻ. അതായത് ഇവരെ നഫ്സീലുണ്ടത്. ഇവരൊക്കെ ഇങ്ങനെ എടുത്ത് പറയണ കാരണം നബി ഇങ്ങനെ ഒളു എടുക്കണം കണ്ട് പിന്നെ ഒളു എടുക്കാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. കാരണം ഇവരെ മനസ്സിൽ സംശയം വന്ന് ഭക്ഷണം കഴിച്ചാൽ ഒളു എടുക്കണോ, കാരണം നബി ഒളു എടുക്കണ കാണാണ്ട്. അതൊരു സുന്നത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല, അതായത് തീ തട്ടിയത് കഴിച്ചാൽ ഒളു എടുക്കൽ സുന്നത്താണ്. ആ ചായം അതിൽ വിടും. പക്ഷെ അതാണ്ട് ഒരു പതിവാക്കുന്ന കോലത്തിലാവേണ്ടെന്നാണ് അതിൽ ഉദ്ദേശം. وبه قال حدثنا يحيى بن موسى قال حدثنا عبد الله بن نمير قال حدثنا قيس بن الربيع وحدثنا قتيبة قال حدثنا عبد الكريم الجرجاني عن قيس بن الربيع عن أبي هاشم عن زاذان عن سلمان رضي الله تعالى عنه وعنهم قال قرأت في التوراة إن بركة الطعام الوضوء بعده فذكرت ذلك للنبي صلى الله عليه وسلم وأخبرته بما قرأت في التوراة فقال رسول الله صلى الله عليه وسلم بركة الطعام الوضوء قبله والوضوء بعده. അതായത് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് അതിൻ്റെ മുമ്പ് ഒളു കൊടുക്കുക, അതിൻ്റെ ശേഷം ഒളു കൊടുക്കുക. കയ്യേകാന്ന് അതാണത്, കയ്യേകലാണ്, ഒളു കൊടുക്കലല്ല. അപ്പോൾ ഇവിടെ ഒളു കൊണ്ട് ഉദ്ദേശം എന്താ, കയ്യേക. ബറക്കത്തു താം കയ്യേക മുമ്പും കയ്യേക ശേഷവും.